നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീർക്ക, ഷാജൻ ചേട്ടാ, ബിജുക്കുട്ടൻ ചേട്ടാ. സ്വാഗതം, സുസ്വാഗതം. എന്തൊക്കെ വിശേഷം? സുഖം. നമ്മള് ഉഷാറായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ടീമുകൾ റെഡിയാണ്. സ്കിറ്റ് വെൽ പ്രിപ്പയർഡ് ആണ്. പുതിയ കോണ്ടന്റുകൾ, പുതിയ കൗണ്ടറുകൾ റെഡിയാണോ? അങ്ങനെയാണെ ഒരുമിച്ച് നമുക്ക് സ്വാഗതം ചെയ്യാം. പെരുമ്പാവൂരെ സ്നേഹാലയത്തിലെ അച്ഛനും അച്ഛന്റെ ബാക്കിയുള്ള കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും സ്വാഗതം. നമ്മെ ചിരിക്കാം. ആദ്യത്തെ ടീം വിളിക്കൂ. പത്തനംതിട്ട ടീം രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സുജിത്. എടാ കെട്ടുണ്ണി, ഈ സംഭവം ഞാൻ വാങ്ങിക്കാനുള്ള കാരണം എന്തുവന്നറിയോ? എടാ, ഞാൻ വിദേശത്ത് ചെന്നപ്പോ സായിപ്പന്മാർക്ക് ഇതുണ്ടെങ്കിലേ പറ്റുള്ളൂ. നീ നോക്കിക്കോ, അവിടെ കിടക്കുന്ന എല്ലാ സായിപ്പിനെയും ഇവിടെ വിളിച്ചു വരുത്തി ഞാൻ പുഴുക്കും. നല്ല നിർത്തി ഞാൻ പുഴുക്കും. നല്ലപോലെ പൈസ ഞാൻ വാങ്ങിക്കും. നീ കണ്ടു വാങ്ങിച്ച വേറൊരു കാര്യമുണ്ട്. രത്നത്തിന്റെ പകുതി എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. പിന്നെ അധികം തരത്തില്ല. ഞാൻ ആ കഷ്ടപ്പെട്ട് കണ്ട മരുന്നെല്ലാം കണ്ടുപിടിച്ച് ഓരോ അസുഖങ്ങൾ മാറ്റുന്നതിന് എനിക്ക് കിട്ടിയതാ. അത് നിനക്ക് ഞാൻ തരത്തില്ല. നീ അതിനെ പിടിക്കുകയും വേണ്ട. 7-8 വർഷമായിട്ട് ഞാൻ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്നതോ. എനിക്ക് രത്നത്തിന്റെ പകുതി കിട്ടിയേ പറ്റുള്ളൂ. തരത്തില്ല, തരത്തില്ല, തരത്തില്ല. അത് കൊള്ളാമല്ലോ. ഹലോ, വൈദ്യരാണോ? ആണോ? വൈദ്യര, ഞാൻ കുന്നിക്കോട് നിന്ന് ഓമനക്കുട്ടനാണോ വിളിക്കുന്നത്? കണ്ടാടാ, കുന്നിക്കോട്ട് നിന്ന് സായി ഓമനക്കുട്ടൻ വിളി തുടങ്ങി. പറഞ്ഞാട്ടെ വൈദ്യരേ, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്തുവാ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഉറക്കത്തിന്റെ അസുഖമുണ്ട്. ഉറക്കത്തിന്റെ അസുഖമോ? അതുകൊണ്ട് എനിക്ക് ജോലിക്ക് ഒന്നും പോകാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ പാവം പിടിച്ച എന്റെ ഭാര്യ രാവിലെ ജോലിക്ക് പോവും, 4 മക്കളുടെ കാര്യങ്ങൾ നോക്കും. അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച കടകൾ മൊത്തം ഇപ്പൊ അവളെ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം. എന്തെങ്കിലും മരുന്നുണ്ടോ വൈദ്യരെ? ഉണ്ട്. നീ ഒരു കാര്യം ചെയ്. നീ കാട്ടിൽ കയറിയിട്ടേ നല്ലൊരു 4 അടി നീളത്തിൽ വള്ളിച്ചൂരായിട്ട് വെട്ടിക്കൊണ്ട് വരണം. അറിയാം. അത് അരച്ച് ദേഹത്ത് തേക്കാനാണോ? അല്ലല്ല, ഇങ്ങോട്ടാ ഞാൻ ചെയ്തോളാമല്ലോ. എപ്പോഴാ വരണ്ടേ? ഒക്കെ ഇപ്പൊ തന്നെ പോര്. ഇപ്പൊ വരാം കേട്ടോ. പണിക്കും വിലക്കും പോകാത്തവൻ കിടന്നുറങ്ങിയിട്ട് മരുന്ന് വേണോ പറഞ്ഞോട്ട് അതിപ്പഴേ ഓർത്തെ. ഒരു ഫോട്ടോ എടുത്തൊന്ന് പൊളിക്കുകയും ഞാൻ ഇത് ഫേസ്ബുക്കിൽ ഇടാൻ ഇഷ്ടംപോലെ ലൈക്ക് ചെയ്യാൻ മേടിക്കും. നീ കണ്ടു? എടാ, ഹലോ വൈദ്യരേ. ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പൊ ഒരു പോസ്റ്റ് കണ്ട്. വൈദ്യരിക്ക് നല്ല വൈദ്യരെന്നുള്ള മൊമെന്റ് കിട്ടിയില്ലയോ? മൊമെന്റോയോ? മൊമെന്റോ അല്ലാതെ വെച്ചേ തൊട്ടാവാടി പറിച്ചായിരുന്നോ? അവിടെ കിടപ്പുണ്ട്. കിടക്കുവാന്നോ? എന്നാ ക്ഷീണിച്ചായിരിക്കും, പിന്നെ പോയി എടുത്തോളാം. വൈദ്യരേ, പുഴുക്ക എങ്ങനെയുണ്ട്? എടാ, നിന്ന് പുഴുങ്ങ്, കുറച്ചുകൂടെ പുഴുങ്ങ്. ആരും പേഷ്യന്റ് വരും വരെ ഒന്നും പുഴുങ്ങ്. വൈദ്യരേ. നമസ്കാരം. നമസ്കാരം. അയ്യോ, ഞാൻ കിളിമാനൂർ കിളിരാജൻ. ഞാൻ ഈ പക്ഷികളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ ഉണ്ണിയാർച്ച ചന്തുവിന്റെ ഒക്കെ കുടുംബത്തിൽപ്പെട്ടതാണോ വൈദ്യർ? അല്ല. പിന്നെ തല വെട്ടി വെച്ചേക്കുന്നു? തല വെട്ടി വെച്ചേക്കും. ഇപ്പൊ 2ാമത്തെ ആയി. തല വെട്ടി വെച്ചേക്കുമല്ല, ഇതിന്റെ പേര് സ്റ്റീൽ പാത്രം. എന്തോ കിട്ടുണി? സ്റ്റീൽ പാത്രം. ജീവനുണ്ടോ? പിന്നെ ജീവയുണ്ട്, നസീർക്കായുണ്ട്, ചേട്ടനുണ്ട്, ഷാജോൻ ചേട്ടനുണ്ട്. ഇത് നിർത്തിക്കളഞ്ഞേ. ഗ്രൂമേഴ്സിന്റെ പരിപാടി അങ്ങ് പറ. ആ 5-6 മിനിറ്റ് ഉള്ളതിനകത്ത് എന്തൊക്കെ പറയും. പൊന്നു വൈദ്യരൻ, ഞാനിപ്പോ വന്ന കാര്യം പറയട്ടെ. പറഞ്ഞു. പക്ഷികളെ കുറിച്ച് പഠിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. ശരി. നിങ്ങള് വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വേഴാമ്പല് വെള്ളം കുടിക്കുന്ന എങ്ങനെ മഴ വരുമ്പോ വാ കുളിച്ച് മേപ്പോട്ടിരിക്കും. വേഴാമ്പലിനെ കുറിച്ച് മാത്രമേ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളൂ. മറ്റു പക്ഷികൾക്ക് വെള്ളം കുടിക്കണ്ടേ? പിന്നെ അത് എങ്ങനെ കുടിക്കുന്നെന്ന് അറിയാൻ വേണ്ടി ഞാൻ കാടുകൾ തോറും ഇങ്ങനെ കയറി ഇറങ്ങും. അത് ശരി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യ മക്കളുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? അത് അന്വേഷിക്കാറില്ല. കേട്ടടാ കിട്ടുണ്ണി, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വെള്ളം കൊടുക്കാത്തവൻ അങ്ങാണ്ട് ഉൾക്കാട്ടി കിടക്കുന്ന കുരുവി കഞ്ഞെള്ളം കുടിച്ചോ, തത്തമ്മ ചോറുണ്ടോന്നൊക്കെ തിരക്ക് നടക്കുക. ആ ചട്ടു കൊടുത്തവന്റെ തലയ്ക്ക് കൊടുത്തു. നോക്കിക്കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട് എവിടാന്ന് പറഞ്ഞു? കൊച്ചിയിലെവിടാ? കിളിമാനൂര്. കൊച്ചിയിലെ ആണോ കിളിമാനൂർ? എനിക്ക് മാറി വർത്തമാനം പറയല് ഇഷ്ടമല്ല. കൊച്ചിയിൽ എവിടാന്നാ ചോദിച്ചേ? ഞാൻ കേട്ട കൊച്ചിയിൽ എവിടായിരുന്നു? കൊച്ചിയിൽ ഞാൻ കിളിമാർക്കാനായിരുന്നു. കൊച്ചിയിലെ ഞാൻ ഇവിടെ വന്ന് കൊച്ചിയിലാണ് താമസിക്കുന്നത്. ഓ, അത് ശരി. കടവന്ത്ര. 2 ലക്ഷം. എന്തുവാ കടവത്ര? അയ്യോ, കടവത്ര എന്നല്ല ഞാൻ ചോദിച്ചേ. കൊച്ചിയിൽ കടവന്ത്രയിലാണ് ഞാൻ താമസിക്കുന്നതെന്ന് പറഞ്ഞത്. കടവന്ത്രയിലാണ് താമസം. ഓ, അത് ശരി. ഒരു ഭാര്യ 2 മക്കളുമാണ്. മൂത്ത ആള് പാലയിലോ.
കള്ളിയങ്കാട് നീലി എന്നാണ് പേര്. മോളുടെയോ? പാലയില്. അയ്യോ അതല്ല, പാലയെന്നുള്ള പറഞ്ഞ സ്ഥലത്തില്ല. പാല. ഇളയവളെ വീട്ടിലുണ്ട്, ജർമ്മനി. ജർമ്മനി വിദേശത്ത് ജോലിയാ? അയ്യോ അല്ല അല്ല അല്ല, നേരത്തെ മോളുടെ പേര് പറഞ്ഞപ്പോഴേ നിങ്ങൾ കല്യാങ്കാട്ട് നീലിയാണെന്ന് ചോദിച്ചില്ലയോ? അത് ഇനി ക്ലാഷ് ഇരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പേര് പറഞ്ഞ ജർമ്മനി. അല്ല വിഴുങ്ങൂല്ലെങ്കിൽ ഇറക്കിക്കൊണ്ട് വന്നിട്ട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു. ഇറങ്ങുന്ന ഒഴുകിയാ മതിയാ? ഇന്ന് പുഴുങ്ങുമായിരുന്നേ. എനിക്കറിയാം അതങ്ങനെ വരും. എന്തോ ചെയ്യാൻ പറ്റും? ആരെ കാണുമ്പോഴാണ് ആദ്യം പറ. അയ്യോ അതല്ല, ഞാനിങ്ങനെ കാറ്റിലൊക്കെ കയറി ഇറങ്ങി നടക്കുമല്ലേ, അവിടെ നടക്കുമ്പോ ഉള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അതിനോ? അത് നമ്മുടെ ഈന്തപ്പഴം ഇല്ലേ, നല്ല ഈന്തപ്പഴം മേടിച്ചിട്ട് 1 കിലോ മേടിച്ചോ, അതിന്റെ മാംസം എല്ലാം ഞുള്ളി പറിച്ചാൽ കളയണം കേട്ടോ. എങ്ങും ഒരു ഉറുമ്പ് പോലും തിന്നെ രാത്രി കൊണ്ടാ കളഞ്ഞിട്ട് അതിന്റെ അരി എടുക്കണം. അരി എടുത്ത് ചട്ടിയിലിട്ട് വറുത്ത് നല്ല ഇടഞ്ഞ് പൊടിയാക്കി പിന്നെ 4 മണിയാകുമ്പോ എനിക്ക് ചന്ദനം തൊട്ടാൽ മതി. അന്നേരം ചൊറിച്ചത് മാത്രം. ഇത് വല്ലാത്ത ചൊറിച്ചിലാന്നല്ലോ. ഇവിടെ വേന എടുക്കണോ എന്താ ചെയ്യണം? ഞാൻ എവിടെ രാജ്യത്തിൽ പോകും. അയ്യോ അതല്ല, വേന എടുത്താ ഞാൻ എന്താ ചെയ്യണം? നിങ്ങളോ? അയ്യോ അതിന് വെളുപ്പിനെ 4 മണിക്ക് 1 ഗ്ലാസ് പാലെടുത്ത് കണ്ണു അടച്ച് അങ്ങ് കുടിക്കണം. അന്നേരം വേദന മാറുമോ? അതങ്ങ് മാറക്കിട്ടും. വൈദ്യരെ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം ചോദിക്കട്ടോ. എന്തുവാ? ഇവിടോട്ട് നിന്നാട്ടെ. വരച്ച വരയിലൊക്കെ നിർത്താറായോ? അതിനല്ലെന്ന്, ഈ നെടുമങ്ങാടുള്ള ഒരു സാബുവിനെ അറിയാമോ? നെടുമങ്ങാട് സാബു? ഇല്ല, എനിക്കറിയത്തില്ല. ആരാ? അല്ല എനിക്കും അറിയത്തില്ല. കുറച്ചു നേരം ഇവിടെ ഒരു ലാഗ് അടിച്ചതുപോലെ, അപ്പൊ അതിന് ചുമ്മാ ഇന്ന് പറഞ്ഞത്. തല്ലിക്കൊള്ളാറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വന്നേ, ഞാൻ ഒരു കാര്യം കാണിക്കാം. അതെന്തോ? കഴിഞ്ഞ ദിവസം ഞാൻ വനത്തിൽ പോയപ്പോൾ ഒരു പുഴയിലിരുന്ന് ഒരു കിളി ഇരുന്ന് കുളിക്കുന്നു. അതിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് യൂട്യൂബിലും സമൂഹക്കാരെ മൊത്തം ഞാൻ അത് കാണിക്കുന്നത്. ഇവൻ മനുഷ്യനാണോ ഇവൻ? എന്തോ നാണം കേട്ട പരിപാടിയാടാ ചെയ്തത്. എടാ കിളി ഇനി ആ സമൂഹത്തിൽ എങ്ങനെ ഇറങ്ങി നടക്കും? അത് മറ്റു കിളികളുടെ മുഖത്ത് അതെങ്ങനെ നോക്കും? എങ്ങനെ സമൂഹത്ത് അത് പറന്ന് നടക്കും? അത് മറ്റു കിളികളെ നോക്കണ്ടേ? എന്തോ ആ കുടുംബമായിട്ട് ജീവിക്കുന്നില്ലേ അത്? മറ്റു കിളികൾ വല്ല അറിഞ്ഞാണ്ടല്ലോ. വൈദ്യരെ പപ്പായ ഉണ്ട്. അന്ന് അങ്ങനെ കാര്യം ചെയ്, രാവിലെ പപ്പായ വിളിച്ചോണ്ട് നീ ഇങ്ങോട്ടേക്ക് പോരും. അതല്ലെന്ന്, പപ്പായ ഉണ്ട്, ഇതെടുത്ത് നമുക്ക് മരുന്നിനകത്ത് ചേർക്കണ്ടേ? ചേർക്കണം. ഇത് കൊത്തിയരിഞ്ഞ് ചേർക്കാനുള്ളത് അവിടെ വെച്ചേ. വൈദ്യരെ ഞാൻ ഒരു കാര്യം വന്നപ്പോ മുതൽ ചോദിക്കണമെന്ന് വിചാരിച്ചാ. പല വൈദ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു വല്ലാത്ത വേഷം കെട്ടായി പോലല്ലോ. അയ്യോ അതൊരു സംഭവമാണ്. എന്തുവാ? എനിക്കൊരു ഉന്മേഷക്കുറവ്, ഒരു ചാടി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു വിദേശത്ത് ചികിത്സയ്ക്ക് പോയി. എന്താ ചികിത്സയ്ക്കാ പോയെ? കങ്കാരു ഇല്ലേ, ഓസ്ട്രേലിയ, അവിടെ പോയത്. അപ്പൊ എനിക്ക് ചാടി എനിക്കൊരു ഉന്മേഷമില്ലല്ലോ. അപ്പൊ അവരെന്തായാലും ഒരു ചികിത്സ കങ്കാരുവിന്റെ സഞ്ചിക്കകത്ത് നമ്മളെ കയറ്റിയിരുത്തും. എന്നിട്ട് കങ്കാരനെ അടിക്കും. കങ്കാർ ഒറ്റോട്ടമല്ലയോ. നമ്മളിങ്ങനെ സഞ്ചി കിടന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ചോദിച്ചോ 1 മണിക്കൂർ കണ്ടുണ്ടോ ആ യാത്ര. അതിങ്ങനെ സഞ്ചരിച്ചിട്ടേ അങ്ങനെ തെറിച്ചു വീണു. എത്രയോ പേര് തലതിൽ ചത്തേക്കുന്നു. അതൊരു നാക്കായിരിക്കുന്നേ. എനിക്കതറിയാം. ഞാൻ അങ്ങനെ പിടിച്ചിരുന്ന് ഇപ്പൊ എന്തോ ഉന്മേഷം അറിയോ. അപ്പൊ വീട്ടിൽ ചെന്നപ്പോ പെണ്ണുമ്പിള്ള എന്നെ പറയാ, ഈ എടുത്തിയാട്ടം കൊള്ളത്തില്ലെന്ന്. ഞാൻ ചാടും. അത് കൊള്ളാം, നല്ല. അതിനാ പോയത്. ഇതേ ഇതിനകത്തുള്ള ചികിത്സയെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതിന്റെ ചികിത്സ ഇതിനെ പുഴുക്ക് വല്യോ. ഒന്ന് കാണിച്ചു തരുമോ? ഞാനോ? പിന്നെ ഞാൻ കയറാനോ? വൈദ്യം കയറ്. ഞാൻ കയറാം. ഞാൻ തുറന്നേരേ. ലോക്ക് എടുക്കല്. ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാല് പുഴുങ്ങുന്നുണ്ടോ? ഇതിന്റെ നമ്മുടെ ശരീരത്തുള്ള എല്ലാ അസുഖങ്ങളും ഇതിനകത്തൊന്നും മാറിക്കിട്ടും. വൈദ്യരെ ഞാൻ വൈദ്യരുടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്താണ്? ഞാൻ കിളിമാനൂർ കിളിരാജനാണെന്ന്. എന്നാ ഞാൻ കിളിമാനൂർ കിളിരാജനല്ല. പിന്നാരാ? ഞാന് നിങ്ങളുടെ കൈ വൈദ്യരക്തമുണ്ടെന്ന് പറഞ്ഞില്ലയോ, അത് കൈക്കലാക്കാൻ വന്ന ആളാ. പെട്ടെന്ന് ആ വൈദ്യരക്തം എടുക്ക് വൈദ്യരെ. തരത്തില്ല നിജമാര് കിട്ടുന്നില്ലേ? അടിയണോ വിറകെടുത്ത് എന്തോ പറഞ്ഞത്? വൈദ്യരക്തം വേണോ? വൈദ്യരക്തം വേണോന്നല്ലേ? ഇപ്പൊ തന്നെ ഞാൻ കീച്ചും. ഞാൻ നോക്കട്ടുണ്ണി കിട്ടൂ. ആണ്ട കിടക്കുന്നു. ഞാൻ റെഡിയുണ്ടായിരുന്നോ? അവിടെ ഇരുന്നേ എന്റെ പൊന്നെ. ഞാൻ നടത്തുമ്പോ വയറുവേദന വന്നു അരച്ചെടുത്ത് കൊടുത്തു. ചുമ്മാ അല്ല, അവൻ ബുള്ളറ്റ് പോലെ പോയെ. അത് പറ, ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മര്യാദക്ക് ഞങ്ങൾക്ക് ആ രക്തം തരണം. വേണോ? ഞാൻ തരാം. ഇത് തുറക്ക എന്നെ തുറന്നു വിട്. അതെ തരാം, തീർച്ചയായിട്ടും ഞാൻ തരാം. ഞാൻ പറയാം, തരാമല്ലോ. സംഭവം നിങ്ങൾ ഈ ചോദിക്കുന്നതേ ഇതല്ലയോ? ഇത് കണ്ടോ? സർട്ടിഫിക്കറ്റ് അല്ലടാ, ആ വൈദ്യരക്തം മേടിച്ച ബില്ല്. വൈദ്യരക്തം എന്താ? എടാ പൊട്ടന്മാരെ, ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ബഹുമതിയായത്. ആണോ? ആ സർട്ടിഫിക്കറ്റ്. അന്ന് ഞങ്ങൾക്ക് അത് മതി. അതിന്റെ ഇതെങ്കിലും ഞങ്ങൾക്ക് തന്നേ പറ്റത്തുള്ളൂ. എടാ അതിനിട്ട് പിടിക്കാടാ. ഇതെങ്ങനെയാലും നിർത്താൻ നോക്കുമ്പോ പിന്നെ അത് പിടിച്ചു കയറുവാന്നോ? പോകണ്ടേ? പിന്നെ പോകണ്ടേ? നിർത്ത്.
വൈദ്യരത്നം വൈദ്യർക്കും കൂട്ടർക്കും ഒരു നല്ല കൈഡി. ബിജുക്കുട്ടൻ ചേട്ടാ. വൈദ്യരും കൂട്ടരും. ഞാൻ ഇത് നേരത്തെ ഇവിടെ വെച്ച് കണ്ടിട്ടില്ല, ഞാൻ ടി വിയിലാണ് കണ്ടിരിക്കുന്നത്. മറ്റേ വൈദ്യ രത്നത്തിന്റെ 2 പാർട്ടല്ലേ, 2 പാർട്ട്. അത് ഗംഭീരമായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എനിക്ക് അങ്ങോട്ട് വലിയ കുറെ എന്താണ് ഹ്യൂമറിൻ്റെ കുറവ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നതിനകത്ത് ഈ മറ്റേ നമ്മുടെ ഈ സ്റ്റീം ബാത്ത് ആ സംഭവങ്ങളൊക്കെ നന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല വിറ്റുകൾ ഉണ്ടായിരുന്നു. പടപടയെന്നുള്ള വിറ്റുകൾ കുറവായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷക്ക് ഒത്തിട്ടുള്ള ഒരു തമാശകൾ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ ആ ഫോൺ ചെയ്യണ സാധനമൊക്കെ വന്നായിരുന്നു, ചൂരലിനടിക്കണത്. പിന്നെ ആ മൊമെൻറ്റും ഇല്ലേ മറ്റേ അത് നല്ല അവാർഡ് കിട്ടിയതല്ലേ, ഇങ്ങനെ സെൽഫി എടുക്കുന്നത്, അതൊക്കെ നന്നായിരുന്നു. പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട് നമ്മുടെ കങ്കാരിൻ്റെ ഉള്ളിലിരുന്ന് അതൊരു നേക്കാണ് പിടിച്ചിരിക്കുന്നത്, അതൊക്കെ നന്നായിരുന്നു. അതുപോലെ കുറേ കൗണ്ടറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മറ്റേ ലെവലിൽ എത്തിയാനേ. കൊള്ളായിരുന്നു, നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. ഷാജൻ ചേട്ടാ. ഹരി, സുഹൃത്തെ, രാജേഷേ, നന്നായിരുന്നു സ്കിറ്റ്, നന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ പറയുന്നത് പോലെ എനിക്കൊന്ന് ആദ്യത്തെ കുറെ ഏരിയ അത്യാവശ്യം നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് രാജേഷിന്റെ എൻട്രിക്ക് ശേഷമായിരുന്നു എനിക്കൊന്ന് കുറച്ച് തമാശകൾ കുറഞ്ഞു പോയെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഓർത്ത് സാധാരണ രാജേഷിന്റെ ക്യാരക്ടർ വന്നു കഴിഞ്ഞ് സാറിന് ഭയങ്കരമായിട്ട് മോള് പൊട്ടിച്ചിരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരായിരുന്നു. പക്ഷെ ചില സ്ഥലങ്ങളിൽ കുറച്ച് കൺഫ്യൂഷൻസും കുറച്ച് ക്ലാരിറ്റി ചില സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടിയില്ല. ചില സാധനങ്ങൾ ഇന്ന് അടിച്ച 1-2 എണ്ണം അത് വേണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അപ്പം അങ്ങനെ 1-2 തമാശകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ നോക്കുമ്പം കുഴപ്പമില്ലാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ എനിവേ ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക. ഇന്ന് പ്രോഗ്രാം ഉണ്ടോ? പ്രോഗ്രാം ഉണ്ട്, സ്റ്റേജ് പരിപാടി ഉണ്ടോ? ഇന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഇല്ല, ഇന്നുണ്ടല്ലേ? ഇന്നുണ്ട്. അപ്പൊ അതിന് പോകാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ ഒരു ക്ലൈമാക്സ് ഇതിന് സെറ്റ് ചെയ്താണോ? അല്ല, പക്ഷെ അതുമായിട്ട് സിങ്ക് ഉണ്ടല്ലോ. പോകണ്ടേ പോകണ്ടേ? ഇവിടെ നിന്നാ അന്നേരം വന്നതാ. ആണോ? പക്ഷെ അതായിട്ട് ഫീൽ ചെയ്തു ഞങ്ങൾക്ക്. കാര്യം നിങ്ങൾക്ക് ഇപ്പൊ ഡെയിലി പരിപാടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, പ്രോഗ്രാംസ്, ഉദ്ഘാടനങ്ങളെ, അനുമോദനങ്ങളെ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് തിരക്ക് കാണും ചിലപ്പം. അപ്പോൾ ആ ഒരു തിരക്കിനിടയിലായിരിക്കും നമുക്ക് സ്റ്റേജിലേക്കുള്ളത് ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകുന്നത്. ഇതെന്തായാലും നല്ല സ്കിറ്റായിരുന്നു. നേരത്തെ ആ 1-2 ഞാൻ കണ്ടതാണ്. പക്ഷേ അതിൻ്റെ അത്രയും അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ പോലും ഉള്ളത് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാര്യങ്ങളാണ് ചെയ്തതെല്ലാം. തമാശകളൊക്കെ ചെയ്തത് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധനം. പ്രത്യേകിച്ച് ആ സ്റ്റീമിൻ്റെയൊക്കെ നല്ല സാധനങ്ങളായിരുന്നു, കങ്കാരുവിൻ്റെ നല്ല സാധനമായിരുന്നു. അങ്ങനെ കുറേ നല്ല സാധനങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ കോർത്തിണക്കി ഒരു നല്ലത് കൊണ്ടുവരാമെങ്കിൽ കുറച്ചുകൂടെ ചിരി ജനങ്ങളിൽ നിന്നുണ്ടാകും. സ്കിറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൻ്റെ റൂട്ട് തന്നെ മാറ്റിയ 3 പേരാണ് നിങ്ങൾ. അതെ. കാര്യം നമ്മൾ നേരത്തെ തൊട്ടേ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കിറ്റിൻ്റെ ഒരു റൂട്ടുണ്ടല്ലോ, ആ റൂട്ടിൽ നിന്ന് വിട്ടു നിന്ന് ടൈപ്പിലൊരു സ്കിറ്റ് ഉണ്ടാക്കി കളിച്ച് വിജയം നേടിയവരാണ് നിങ്ങൾ. അപ്പം നിങ്ങളിൽ നിന്നും അങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർ എന്നും കൊതിച്ചിരിക്കുന്നതാണ്. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് സ്കിറ്റുകൾ ചെയ്യുന്ന ടീമും ഉണ്ടെന്നുള്ളതാണ് ഇപ്പം. അത് നിങ്ങളെ പ്രത്യേകം നിങ്ങൾ കൈഡി ഇറക്കിക്കുന്നവരാണ്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം നമ്മൾ ഇതിൻ്റെ ഒരു ട്രാക്ക് മാറിയെടുത്തു, നിങ്ങളായിട്ട് മാറ്റിയെടുത്തു. അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിലും അങ്ങനെയുള്ള പുതിയ കൗണ്ടറുകൾ തപ്പിയെടുത്ത് വീണ്ടും ഇവിടെ വന്ന് നിങ്ങൾ നേരത്തെ വന്ന ആ ഒരു ഇടയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഹൈപ്പിലുള്ള മാർക്കുകളും പോയിന്റുകളും ഒക്കെ ഇല്ലേ, അതിലേക്ക് വീണ്ടും എത്തണം. ഓക്കെ. അപ്പോൾ മൊത്തത്തിൽ നന്നായിരുന്നു, രസമായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. അതായത് ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിവിടെ വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു 1 മാസമായിട്ട് കുറേ പ്രൊഡക്ഷൻ കൺട്രോളർമാർ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി എന്നെ സിനിമക്ക് വിളിക്കാനാണെന്ന്, ഇവരെ നമ്പർ ചോദിക്കാനാണ്. സത്യമായിട്ടും രാജേഷെ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. ഒരുപാട് വലിയ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അതൊക്കെ കൂടി ശ്രദ്ധിക്കണം. ആ കാര്യം പറയാം. അതൊന്നും ഒന്ന് ഓക്കെ ആയിട്ട് പറയാം അല്ലേ? ഓക്കെ ആയോ? പിന്നെ ഒരു വലിയ ഡയറക്ടർ, ആവേശത്തിന്റെ ഡയറക്ടർ, പിന്നെ രാജേഷ് കൊട്ടാരത്തിനെ ഒരു നല്ല കൈഡി, ഒരു ഗംഭീര കൈഡി. എനിക്ക് തോന്നുന്നു മിക്കവാറും അടുത്ത ലാലേട്ടൻ പടത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അത് ഉഷാറാവട്ടെ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. എന്തായാലും ഈ ഗെറ്റപ്പ് ഗ്രാൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ ഈ പെർഫോമൻസിന്റെ മാർക്ക് ഷാജൻ ചേട്ടാ. അപ്പൊ ഞാനൊരു 12,000 രൂപ കൊടുക്കും. 12,000 രൂപ. ഓക്കെ. നസീർക്ക. ഞാൻ കുറയ്ക്കുന്നില്ല, ഞാനൊരു 13,000 രൂപ കൊടുക്കും. ടോട്ടൽ 25,000 രൂപ. ബിജുക്കുട്ടൻ ചേട്ടാ കാര്യമായിട്ട് ബാക്കി ഇട്ടോ. ടോട്ടൽ എമൗണ്ട് ഉഷാറായിട്ട് വരട്ടെ. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് പോട്ടെ. ഓക്കെ. താങ്ക് യു വൈദ്യരെ. കോമഡി ഇത് ഐറ്റം വേറെ.
ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഐറ്റം ടീം. ആര്? മനോജ് വലഞ്ചുഴിയുണ്ട്, അജേഷ് റാന്നിയുണ്ട്, സുമി. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയാണീ അമ്മ കാൽത്തളയിൽ കൈവളയിൽ കിലുകിലി. ഉറക്കം വരുന്നില്ലയോ? ഉറക്കം വരുന്നില്ലയോ? വേണ്ട, ഇപ്പൊ ചാച്ചിച്ചി വരും. ചാച്ചിച്ചി വരുമ്പോ ബിക്കറ്റ് കൊണ്ടുവരും, മുട്ടായി കൊണ്ടുവരും, പാല് കൊണ്ടുവരും. ഇതെല്ലാം എങ്ങനെയാ തിന്നുന്നേന്ന് അമ്മച്ചി മോനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നാളെ ഗുരുവായൂർ അമ്പലത്തിലെ ചോറൂണ് കഴിഞ്ഞിട്ട് ഇതെല്ലാം മോനും കഴിക്കാൻ തരാം കേട്ടോ. പിന്നെ എന്തോ അയ്യോ ഉറങ്ങല്ലേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. വടക്കയിലെ സർലയുടെ മൂത്ത മോളില്ലയോ, ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്റെ അമ്മേ, ഇതറിഞ്ഞ് ഞാൻ ആരോടും പറയുമെന്ന് വിഷമിച്ചിരിക്കുവായിരുന്നു. ഇതാകുമ്പം ഞാൻ പറഞ്ഞെന്ന് വായി, മോൻ ചെന്ന് ആരോടും പറയത്തുമില്ല. ചാച്ചിച്ച് വന്ന് 25ാമത്തെ തവണയാ ഇവിടെ ഈ ബാഹുബലി സിനിമ ഓടുന്നത്. ബാഹുബലി സിനിമയോ? അല്ല, ഒരു ഫീമെയിൽ കാലകായന്റെ ഒച്ച കേട്ടത്. ഞാൻ കുഞ്ഞിനെ കൊഞ്ചിച്ചതാ. ഇതിനെ കൊഞ്ചത് അയ്യോ, ഇലഞ്ഞിത്തര വേളം. എല്ലാരോടും ഇലഞ്ഞിത്തര വേളം. ഇലഞ്ഞിത്തര വേളം. ഇലഞ്ഞിത്തറ മേളമൊന്നുമല്ല, ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചത്. ഇതേടി എന്റെ അതേ മോശം വലിയ. ആര് പറഞ്ഞു? എന്റെ അമ്മയുടെ അതേ മോഹഷേപ്പാ കുഞ്ഞ്. എന്റെ അമ്മായിയമ്മേ, എടി കാർത്തിയായനിയേ, കെട്ടിയ ഭാസ്കർ നിന്റെടി തൊണ്ണൂറുപ്പന്റെ പണിക്ക് പോകണ്ടായി. നിന്റെ വായിൽ തടി മൂർക്കാനാണ് ഈ കിടക്കുന്നത്. കുഞ്ഞ് 6 മാസമായുള്ളൂ. 8 പ്രാവശ്യം നിങ്ങളുടെ ചൂണ്ടിപ്പോ ഉടക്കുന്നത്. അല്ല എന്താ? ഉറങ്ങുവാ, ഞങ്ങളുടെ ലിപ്പ് പിടിച്ച് ചിരിക്കണേ. നോട്ടമില്ലേ ബസ്സിന്? ഇന്ന് ബസ്സിന് നോട്ടൊന്നും ഇല്ലായിരുന്നു. എന്താ? കളക്ഷൻ കുറവായിരുന്നു. എന്ത് പറ്റി? കോളേജ് അവധിയല്ലായിരുന്നു. ഞാൻ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കണ്ടക്ടറിന്റെ പണി മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകാണോ? 10-25 കൊല്ലമായിട്ട് കണ്ടക്ടറായിട്ട് ജോലി ചെയ്ത് ഞാൻ വേറെ പണിക്ക് പോകാൻ പറ്റുമോടി ഇത്രയും കൂട്ടി? ഇല്ല, പറ്റത്തില്ല. എന്താണെന്നറിയോ? അതാകുമ്പോ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് ഇങ്ങനെ മുട്ടി വരുമ്പോ പറ്റത്തില്ലല്ലോ. ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലോ കേട്ടോ. ഒരു കണ്ടക്ടർ ആകുമ്പോ പെണ്ണുങ്ങളെ മുട്ടും ആണുങ്ങളെ മുട്ടും ഒക്കെ ചെയ്യും. പെമ്പിള്ളാർ കയറും, പൈസ ആരും ടിക്കറ്റ് ഞാൻ കൊടുക്കും, അത്രയാണ് സംഭവം. ആന്ന് പണ്ടൊരു ടിക്കറ്റ് എടുത്തിട്ട് ബാലൻസ് ആ തൊട്ടി കിടന്ന് ആടുന്നു. എന്നിട്ട് കുഞ്ഞിട്ടേക്കുന്ന പേര് പിന്നെ തരാവുന്നു. ഞാൻ പറയത്തില്ല എന്റെ കുഞ്ഞിന്റെ പേര് പിന്നെ തരാവുന്ന. കോളേജിൽ പോയപ്പോ ലൈൻ അടിക്കാൻ നടന്നോളെ. നമ്മുടെ കുഞ്ഞിന്റെ പേര് പിന്നെ തരാന്നല്ല, PN താര. എടി പുതുപ്പറമ്പിൽ നവീന്റെ മകൾ PN താര എന്നാണ്. ബസ്സിൽ ഇറങ്ങത്തേ ഇല്ല. റീടെസ്റ്റിന് വണ്ടി പണിക്ക് കയറ്റിപ്പോ ഇവളെ സീറ്റ് അടിച്ചെടുക്കുവായിരുന്നു. കുഞ്ഞിറങ്ങിയോടി? കുഞ്ഞിറങ്ങിയോ? പൊക്കോണേ. എന്ത് വഴക്ക് പറയും. എന്തിന്? 3-4 വർഷം കഴിയട്ടെ. എന്ത്? എടാ ഇവിടെ കാണുള്ളല്ലോ, അതല്ല പറഞ്ഞേ. ഞാൻ ഇറങ്ങിയില്ലേ, ഇത് ഇട്ട് നോക്കിയത്. ഈ മനുഷ്യന്റെ ഓരോ പുതുമീന് ഞാൻ ഇതിട്ട് കാണണേ. എനിക്ക് നീ ഇട്ട് കാണാനല്ല, കുഞ്ഞിനെ ഇട്ട് കാണിക്കണം. എനിക്കൊന്നും മേടിച്ചില്ലയോ? നിനക്ക് സെറ്റ് സാരി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റില്ല. ഞാൻ വരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ചുരിദാറോ ടോപ്പോ ജീൻസോ വല്ലതും മതിയെന്ന്. അതാണ് ഞാൻ പറയുന്നത്. നീ പറഞ്ഞത് തെറ്റി. ഞാൻ സാരി വാങ്ങിച്ചെന്നാ പറഞ്ഞേ. പിന്നെ ഞാൻ കാര്യം പറഞ്ഞേക്കാം. കുഞ്ഞിന് നാളെ ഗുരുവായൂർ വെച്ചാൽ ചോറ് കൊടുക്കുന്നതെന്ന് ആരോടും പറയില്ല കേട്ടോ. പറഞ്ഞാലെന്താ? എനിക്ക് പോയി അവർക്കെല്ലാം കൂടെ ചോറ് കൊടുക്കാനൊക്കെ ഉണ്ട്. വരുന്നവരൊക്കെ ചോറുകൊണ്ട് ചെറുപ്പത്തിൽ കഴിഞ്ഞതാ. നവി ഊട്ടണ്ട. അതല്ലെന്ന്, എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഹോട്ടലിൽ നിന്ന് ചോറ് വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ പൈസ ഇല്ലെന്ന്, അതുകൊണ്ടാ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. പാലുകാരന് തീർത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ പത്രം ഇടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് ഇതാകുമ്പോ 2 മാറ്റം ഒറ്റ ഡയലോഗ് അങ്ങ് തീരുവല്ലോ. പൈസ കൊടുത്ത് വേണം നാളെ ഗുരുവായൂർ അമ്പലത്തിൽ പോവാൻ. ആ പട ഇങ്ങനെ നീങ്ങിനാണ്. ഇത് പാലുകാരന്, ഇത് പത്രക്കാരന്. എന്തുവാ കാണിക്കുമാ ഇത്? ഞാൻ കണ്ടക്ടർ അല്ലേ ഇത്. പിന്നെ ബസ്സിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ നവി, നാളെ അച്ഛനും അമ്മയും ഗുരുവായൂർ വരുമ്പോ ആദ്യം ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇവിടുന്ന് പോയി. ഇവിടുന്ന് ആകുമ്പോ വണ്ടി ഉണ്ടല്ലോ. അയ്യോ, ഇത് നമ്മുടെ വീട്, അതല്ല വൈറ്റിലെ ഹബ്ബല്ല. നിന്റെ അമ്മയ്ക്ക് ഇവിടെ വന്നിട്ട് ഗുരുവായൂരോട്ട് വരാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മയോട് ഗുരുവായൂരോട്ട് വന്നാൽ മതി. എന്റെ അച്ഛനും അമ്മ ഇത്രയും ദൂരം നടന്നല്ലോ ഗുരുവായൂരം. നടന്നോ? അതെന്തോ പറ്റി? അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കും, വീടിയും വരിക്കും, അതുകൊണ്ടാ പറഞ്ഞു. നവിക്ക് തരട്ടെ? അയ്യോ തരല്ലേ.
എന്തുവാ നാവിക്ക് തരട്ടെ എന്ന് പറഞ്ഞേ. നാവിക്ക് തരട്ടെന്നല്ല, നാവിക്ക് തരട്ടെ, ചോറ് തരട്ടേന്ന്. അയ്യോ നവീൻ എന്നുള്ളൊരു പേര് ചുരുക്കപ്പേര് വിളിച്ചാ പേടിച്ചു പോയി. എനിക്ക് ചോറൊന്നും വേണ്ട. ഞാൻ തുണി അലക്കാൻ പോവാ, കുഞ്ഞുണര് വന്ന് എന്നെ വിളിച്ചേക്കണം കേട്ടോ. ഗുരുവായൂരമ്പല നടയിൽ നാളെ രാവിലെ ഞാൻ പോകും. അയ്യോ രാജപ്പനമ്മാവൻ വരുന്നു. ഇയാളെന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? ഇയാൾ വന്നു എന്നെ ഓ ആ നിനക്ക് മനസ്സിലായില്ലയോ? മനസ്സിലായി. ഞാൻ അവിടുത്തെ കുറെ നാളായില്ലയോ കണ്ടിട്ട്, മറന്നുപോയി കാണുമെന്ന്. ഇവിടെ ആണോടാ നീ താമസിക്കുന്നേ? കടലേക്ക് താമസിക്കാൻ ഞാൻ എന്താ വിക്രമാത്തിന്റെ വേതാളാവും? ഞാൻ വന്ന് കേറാഞ്ഞിരുന്നല്ലോടാ വേതാളമേ എന്നെ ആക്രമിക്കാനായിട്ട്. ആ നല്ല സ്ഥലം, നല്ല ക്ലമന്റാ. ക്ലമന്റോ? ആ ക്ലൈമാക്സാ. വന്നപ്പോഴേ അടുത്ത് തീർത്തു വന്നു. അല്ല മറ്റേ നല്ല ക്ലൈമറ്റ്. ജനുവരി മാസമല്ലേ അതല്ലേ മാവാ? ആ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാമായിരുന്നു മാവാ? ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാ വന്ന്. ആന്തര ഗൂഗിൾ മാപ്പ് നോക്കിയത് അവിടെ നാലിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല എന്റെ. എടാ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴേ ആ പെങ്കൊച്ചിന്റെ സൗണ്ട് കേട്ടോണ്ട് വരെ എന്തോ സുഖമാണെന്നറിയാമോ? കുറെ നേരം ഞാൻ വഴി തെറ്റിച്ചു നിന്ന് കേട്ട് സുഖിക്കാനായിട്ട്. ഞാനേ അമ്മയെ കൂടെ കൊണ്ടുവരണമെന്ന് വിചാരിച്ച, പക്ഷെ അവക്ക് തണുപ്പ് പിടിക്കത്തില്ല. എന്നാ ഒരു ചൂട് കമ്പി പഠിപ്പിച്ച് അമ്മയുടെ കൈ കൊടുക്കുക, അത് പിടിച്ചോണ്ടിരിക്കട്ടെ. ഇവ മണ്ണറിഞ്ഞ് അടിച്ചടിച്ച് താക്കുവാണല്ലോ. ആ അമ്മ ഇന്ത്യ മാവാ. അമ്മായി അവള് വീട്ടിലുണ്ട്. വീട്ടിലുണ്ടോ? എന്തോ സുഖിച്ചില്ല, ഞാൻ പറഞ്ഞു പറഞ്ഞോടാ. അതല്ലേ ചോദിച്ചാ, അമ്മയെ കണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചത്. ആ അമ്മയൊക്കെ വരും. പിന്നെ ഈ വഴികെട്ടൊക്കെ എന്താ ഉമ്മ ഇവിടെ ഇരിക്കാൻ സോഫ സെറ്റ് ഒന്നും ഇല്ലയോടോ? ശോഭാ സിറ്റി അങ്ങ് തൃശ്ശൂരല്ലയോ? സോഫ സെറ്റിയുടെ കാര്യമാണോ പറഞ്ഞത്? ഇരിക്കാനായിട്ട് സോഫ സെറ്റി ഒന്നും ഇല്ലയോന്ന്? ഞങ്ങൾ പാമ്പ് പിടിച്ചല്ലേ അമ്മ, കസറയിൽ ഇരിക്കാമാ. അയ്യോ കസര ഇരിക്കാൻ പറ്റത്തില്ല. എന്താ? തേച്ച് വടി പോലാക്കി എന്റെ പാന്റ് ഒടിയും. അയ്യോ അപ്പൊ പിന്നെ വീട്ടിൽ ചെന്ന് ഊരി വെക്കത്തില്ലയോ? ഇല്ല, ഊരി ഭിത്തിയെ ചാരി വെക്കും ഞാൻ. എന്താടാ നിനക്ക്? ഒരു കാര്യം പറയാം. പിന്നെ ഇന്നെന്താ വിശേഷമൊക്കെ കാര്യം? ശരിയൊന്നുമില്ല, കുറെ നാളായില്ലയോ നിങ്ങളെയൊക്കെ ഒന്ന് കാണണം. സഹകരണമൊന്നും ഇല്ലായിരിക്കുമല്ലായിരുന്നോ? ആ മാൻ, അതാ ഞാൻ പറയാൻ വരുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞു, എന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, എന്റെ അനിയന്റെ കല്യാണം കഴിഞ്ഞു. അമ്മയൊക്കെ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച അമ്മ പണ്ട് വയ്ക്കാണ്ട് പോയില്ലേ അമ്മോനെ? എടാ നമ്മുടെ തറവാട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ഉദ്യോഗം ഉണ്ടോ? നമ്മുടെ തറവാട്ടിൽ ആകെയുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ. 23-ാമത്തെ വയസ്സിൽ KSEB കയറിയതാ ഞാൻ. അന്നേരം എനിക്ക് ഭയങ്കര ഗമയായി. പിന്നെ ഈ ഗമയുള്ള ഞാൻ നിന്നെ പോലുള്ള പാവം പിടിച്ചോണ്ട് ഇതിന് വരാൻ പറ്റുമോ? വരണമെന്ന് വിചാരിച്ച, പക്ഷെ എന്റെ ഗമ സമ്മതിച്ചില്ല. സ്വന്തം പറഞ്ഞ സ്വഭാവം പറഞ്ഞറിയിക്കുന്ന അമ്മാനെ കെട്ടില്ലേ? എന്തോന്ന്? അല്ല അമ്മാനെ നല്ല സ്വഭാവം പറഞ്ഞത്. പിന്നെ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലയോ? കല്യാണം കഴിഞ്ഞു. എവിടുന്നാടാ പെണ്ണ്? ശാസ്താംകോട്ടേന്ന്. ആ മൂത്താന്ന് ഇളയതാന്നു? ഞാൻ കുലുക്കി നോക്കിട്ടല്ല കൊണ്ടുവന്നത്. ഞാൻ തരുവാ. പിന്നെ സെറ്റപ്പ് ഒക്കെ ഉള്ള വീട്ടിലെ കൊച്ചാണോടോ? കുഴപ്പമില്ല, നമ്മളെ പോലെ സാധാരണ ആൾക്കാരൊക്കെ തന്നെ. അവിടെ അച്ഛൻ എന്തേലും ഉണ്ടോ? അമ്മാവനുള്ളത് പോലെ എല്ലാം ഉണ്ട്. സർക്കാർ ജോലി. ആഹാ അത് ശരി. ഞാൻ വന്നിട്ട് 10-15 മിനിറ്റ് ആയി. അവള് തോണ്ടാ ഭിത്തിയെ ചാരി എന്നെ നോക്കി നിൽക്കും. ഇങ്ങോട്ടൊന്നും വരത്തില്ലോടാ, അത്രയും ഗമയാ നമുക്ക്. അത് അവളല്ല. പിന്നെ ഇവിടെ തറ കിടക്കുന്ന മോപ്പ് കഴുകിട്ട് ഭിത്തിയെ ചാരി വെച്ചേക്കുവാ. അതെങ്ങനെ ചീരിക്കമ്പെ സാരി ഇട്ടാലും അവിടെ നിന്ന് മാറാത്ത കക്ഷിയായിരിക്കുന്നത്. ഏ അവളെ ഇങ്ങോട്ട് വിളി. കുട്ടിയെ ഓ ഇതാരാ വന്നേക്കുന്ന നോക്കിയടി? ഇത് ഇത് ചായപ്പിനമ്മ ഞാൻ പിന്നെ പറയത്തില്ലേ? ഇവിടെ എന്താ കാണിക്കോടാ പറയുന്നത്? നാണക്കാരിയാ, ഭയങ്കര നാണക്കാരിയാ. ആണോ? 28-ാമത്തെ ലോക്കേറ്റാ തിന്ന് തീർക്കുന്നത്. വിദ്യാഭ്യാസമൊക്കെ ഉണ്ടോടി നിനക്ക്? അതെവിടുന്നാ കേട്ടെ? അതെവിടാ ശബ്ദം കേട്ടെ? അവള് പറഞ്ഞു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇതിന്റെ താണ ശബ്ദം ഇവിടെ ഞാൻ കേൾക്കുന്നത്. അമ്മാവ് നിൽക്കുന്നത് ഞാൻ നോക്കത്തില്ല, വിടരുത്. അമ്മാവ് പഠിത്തമുണ്ട്. എന്താ പഠിച്ചതാ? M.Com. അതാ ചോദിച്ചാ എന്തോന്ന്? M.Com എന്ന് അങ്ങനെ ഇതൊന്നും കേട്ടിട്ടില്ല. ഓ കേട്ടിട്ടില്ല. നീ എന്താ വരെ പഠിച്ചാടാ? 10ാം ക്ലാസ് വരെ പഠിച്ചു. പാസ്സായിരുന്നു? ഇല്ല, ഫിസിക്കിന് പോയി. ഏത് സ്കൂളിലാടാ ഫിസിക്സ് ഒരു സിലബസ് ആയിട്ട്? ഫിസിക്സ് നീ ജോലിക്കൊന്നും പോകുന്നില്ലോടി? എങ്ങനെ ഇതുപോലെ ആരെങ്കിലും വരുമ്പോ മണ്ടത്തരം പറയുമ്പോ തർജ്ജിമ ചെയ്യാൻ ഞാൻ വേണ്ട. പിന്നെ ഞാന് ഇപ്പൊ ഈ സമയമില്ലാത്ത സമയത്ത് എനിക്ക് സമയമില്ല. എനിക്ക് ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളുണ്ട്, അയാൾക്കൂടെ ഒന്ന് കാണണം. ഇവിടെ അടുത്താണോ? ആ ഇവിടെ അടുത്താ. ആ പുള്ളിക്കാരനെ ചിലപ്പോ എനിക്ക് അറിയാം. നിനക്കറിയായിരിക്കും, 1 മിസ്റ്റർ പ്രഭാകരൻ. അല്ല എനിക്കറിയാൻ വഴിയില്ല. അവനൊരു ചേട്ടനുണ്ട്. 1.5 മീറ്റർ ഗോപാലനാണ്. 1.5 മീറ്ററോ? അല്ല 1 മീറ്റർ. 1 മീറ്റർ എന്നല്ല, 1 മീറ്റർ റെസ്പെക്റ്റോടെ പറഞ്ഞു അടുത്തോണ്ട് കയറണം. പിന്നെ അമ്മാവനൊരു പ്രത്യേകത ഉണ്ട്, അറിയാം? എനിക്കറിയാം. എഴുതുമ്പോ 2 മാ ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്നില്ലേ അമ്മാവൻ? അതല്ലെന്ന്. കൂടംകുളം പദ്ധതി എന്ന് കേട്ടിട്ടുണ്ടോ? കൂടംകുളം പദ്ധതി തുടങ്ങുന്ന സമയത്ത് അമ്മ അല്ലാതെ കൂടിയാണ് എന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി. ഇപ്പൊ എന്താ അമ്മ പിന്നെ അതിനെപ്പറ്റി എന്തോ ഒന്നും അറിഞ്ഞില്ലല്ലോ അമ്മ? ഇല്ലടാ, പകുതിയായപ്പോ എന്നെ അതിനകത്തൊന്ന് മാറ്റിയില്ലേ? അതെന്താ? ഞാൻ കൂടെ അത് കുളമാവെന്നും പറഞ്ഞു. എങ്ങനെ കുളമാതിരിക്കും? പുഴുങ്ങിയ മുട്ടയാന്ന് പറഞ്ഞ് വെളുത്ത സീറോ ബൾബ് എടുത്ത് വിഴുങ്ങിയ വിരുദ്ധനായി നിൽക്കുന്നത്. എന്നിട്ട് മെഡിക്കൽ കോളേജ് ഒന്ന് വയറ് കീറിയപ്പോഴേ ബൾബിന്റെ കൂടെ ഒരു സ്പാനറ്, ഒരു പ്ലെയർ, ഇതൊക്കെ എന്തിനാ അമ്മ എടുത്ത് വിഴുങ്ങിയത്? അത് ഇടുക്കിന്ന് സ്ഥലം മാറിപ്പോയപ്പോഴേ ടൂൾസ് ഇടാൻ ബാഗ് സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് വിഴുങ്ങിയതാ. അമ്മ നേരത്തെ എവിടെ ആയിരുന്നു? ഞാൻ 2018 കക്കി. അത് കഴിഞ്ഞ് വാ കഴിയായിരുന്നു. 2018 കക്കി എന്ന് പറഞ്ഞു. കക്കി ഡാമിലെ പവർ ഹൗസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നീ. പിന്നെ എന്തോ നോക്കുന്നേ?
അല്ല ഇടുക്കി ഡാമെങ്ങാനും പിഴിഞ്ഞ് നോക്കിയതായിരുന്നു. സ്റ്റോക്ക് ബൈക്ക് കുറുക്കിരുന്നുണ്ട്, അല്ലെ അത് ഞാൻ പിഴിഞ്ഞേനെ. ആ ഞാന് എന്റെ സപ്താഹമാണ്. ഇത് ഏത് അമ്പലത്തിലെ വിഗ്രഹമാണ് ഈ വന്നിരിക്കുന്നത്? അല്ല മറ്റേ 70 വയസ്സാകുമ്പോ ഉള്ളേ ചപ്പതി. ആരാ? എന്തുവാ ചത്തടി ചത്തടി എന്നല്ല, സപ്തതിയാണ്. മാർച്ച് 7-ാം തീയതി. എന്നാ മാർച്ച് 7-ാം തീയതി. പിന്നെ അത് കഴിഞ്ഞ് വലിയൊരു ആഘോഷം വരുന്നുണ്ട്. എന്താ? 90-ാം വയസ്സിൽ എന്തായിരുന്നു എന്റെ നവതി. അത് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച അവധി. അങ്ങനെ പോവല്ലേ ആ വഴിക്ക്? ഒരൊറ്റ അടി തന്നാ ഇപ്പൊ അവധി നീ എടുക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങ് വരണം, അത് പറയാനെ കൊണ്ടാ ഞാൻ വിളിച്ചത് കേട്ടോ. ആ പോവാന്നോ? പിന്നെ കുഞ്ഞിനെ കാണുന്നില്ലേ? പറഞ്ഞോലെ നിനക്ക് കുഞ്ഞിന്റെ കാര്യം ഞാൻ മറന്നുപോയടാ. ഉറക്കവാ. ആരുടെ ഷേപ്പാന്ന് മനസ്സിലായോ? ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഫ്രണ്ട് വശം. എന്റെ മുഖത്തിന്റെ അല്ല, കൊച്ചിന്റെ ആരുടെ ഷേപ്പാന്ന് തോന്നിയോ? എന്റെ അമ്മയുടെ ആണോ? എന്തോടെ പേര്? TN താര. അയ്യോ കുഞ്ഞുള്ള കാര്യം അറിഞ്ഞില്ല. ഇപ്പൊ എന്തുവാ ഇവനൊക്കൊന്ന് കൊടുക്കുന്ന എന്തുവാ? ആ മതി മതി. സിബ് ഊരുന്ന ശബ്ദം കേൾപ്പിച്ചു. ഇനി പ്ലാസ്റ്റിക് പൈപ്പ് അമ്മാൻ ഇറങ്ങുക പറഞ്ഞേ. പോലെ എന്തോടാ ചോറിനിട്ട് പോകാൻ അവക്ക് ആദ്യം കൂടെ കല്ല അവൻ നിന്റെ ചെവി കടിച്ചു കുറച്ച്. അതല്ലേ അമ്മ ചോറ് കഴിച്ചിട്ട് പോയാൽ ഇത്ര നാളായിട്ട് വരാതിരുന്നു. ചോറോ? 2 വെച്ച് മതി. ഊനൂറും പാന്നോ ഇത്? 2 പറ്റി ചോറ് ചെയ്താൽ പറ്റി. ഞാനങ്ങനെ അധികം കഴിക്കാറില്ല. അതാ അമ്മ കഴിച്ചിട്ട് പോയാൽ എനിക്കറി വരുന്ന വഴിക്കേ ഒരു ദിൽക്കുഷ് തിന്നായിരുന്നു. ദിൽക്കുഷേ തിന്നായിരുന്നു വരുന്ന വഴിക്ക്. ഇരുന്നട്ടെ, നവിയും കൂടി ഇരിക്കും. എന്താ 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 കുറെ നാളായാലും ഇടിഞ്ഞിട്ടൊക്കെ വന്നിട്ട് അതിന് സങ്കടമാണെന്നോ? എന്റെ പ്ലേറ്റ് ഡിസൈൻ ഇല്ല, ഇവന്റെ പ്ലേറ്റ് മതി 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 മതി. കറി കറി എല്ലാം ഞാൻ ഉണ്ടാക്കിയത്. എന്തേലും പോരായ്മ ഉണ്ടെ പറയണേ. മീൻ ഇറച്ചിയൊന്നും ഇല്ലടാ. ഇല്ല മീൻ ഇറച്ചിയൊന്നും ഇല്ല. ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടാ കഴിക്കുന്നത്. ഞാൻ ഇടുക്കി നിന്ന സമയത്ത് വെടിയിറച്ചിയുണ്ട്. അവിടെ വെടി വെക്കുമ്പോ ഇറച്ചിയാന്ന്, ഇവിടെ വെടി വെക്കുമ്പോ ശബ്ദം വന്നല്ലേ. പിന്നെ എനിക്കെന്തോ ഈ നോൺ വെജ് ഇല്ലാതെ ഇറങ്ങത്തില്ല. അതാ മുട്ട വറുത്ത് മുട്ട ഓംലെറ്റ് എടുത്ത് കൊടുക്കുക. നവിയും കൂടെ പറഞ്ഞേ. ഇങ്ങനെ അല്ലെങ്കിൽ കൈ അങ്ങോട്ട് ഇടുമ്പോ ഇവിടെ വിളിക്കും. ഇവക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ അറിയത്തില്ല. പഠിപ്പിക്കണം. അവിടുത്തെ പിള്ളേർക്ക് അറിയില്ലടാ. കഴിക്കണേ കഴിക്കേ. ഉണ്ടാക്കി വെച്ചേക്കോ രുചിയില്ലാതെ. ഈ സൈഡിൽ കിടക്കാം, അങ്ങോട്ട് പോകുമ്പോ ഇങ്ങേ സൈഡിൽ നിറക്കാം. കുഞ്ഞെഴുന്നേറ്റ് കരയുന്നു. അമ്മാവാ സാരമില്ല, വിശന്നിട്ടായിരിക്കും വരുവാ. ആണോ? കുഞ്ഞുങ്ങളൊക്കെ വിശന്നിരിക്കുന്ന കണ്ടാലേ ഒരു കഷ്ടമെന്ന് പറയാം. സഹിക്കുവോ? കരയല്ലേ കരയല്ലേ. ഇച്ചിരി തരാം അല്ലേ? ഇച്ചിരി തരാം. കുഞ്ഞുങ്ങളൊക്കെ എന്തൊരു കഷ്ടപ്പാടായി വിശന്ന് സഹിക്കത്തില്ല എനിക്ക് കേട്ടോ. ഈ കുഞ്ഞുങ്ങൾ വിശന്നിരിക്കുന്നേ. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. നിറഞ്ഞോ? ഇനിയും വേണോ? കരയല്ലേ കരയല്ലേ. കരയുന്നില്ലല്ലോ. അറിയുന്നില്ല. സാധാരണ വിശന്ന് ഇവള് പാല് കൊടുത്താലേ ഉറങ്ങത്തുള്ളൂ. ഇതെന്താ പറ്റിയെന്ന് ഉറങ്ങുന്നു കിടന്ന്. വിശപ്പ് മാറിയിട്ട് കിടന്ന് ഉറങ്ങുവോ? അതെന്താ പറ്റിയെന്നാ? ഞാൻ ചോറ് കൊടുത്തു. എന്തുവാ? ഞാൻ ചോറ് കൊടുത്തു. കുഞ്ഞിനെ ചോറ് വാരി കൊടുത്ത ഗുരുവായൂരമ്പലത്തിൽ കൊണ്ട് ചോറ് കൊടുക്കാനുള്ള കൊച്ചിന് എന്തിനാണ് ആദ്യം ചോറ് വാരി കൊടുത്തത്? പറഞ്ഞുവിടെ നിങ്ങൾ അമ്മാവനാന്ന് നോക്കത്തില്ല. എന്റെ അമ്മാവനായിരുന്നു ഞാൻ അരിഞ്ഞാനിട്ടേ. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നു. നേർച്ചയും വഴിപാടുമായിട്ട് ഞാൻ വെച്ചിരുന്ന കുഞ്ഞ. എന്റെ ഒരേ ഒരു ആഗ്രഹം വരുന്നു ഗുരുവായൂരമ്പലത്തിൽ കൊണ്ട് ചോറ് കൊടുക്കണം. അത്രയും പിള്ളേർ ചോറിനായിരിക്കും എന്റെ കൊച്ചു അമ്മ ഇരിക്കുമല്ലോ. എന്തോ പേരാണോ ഇയാൾ കാണിച്ചത്? ഞാൻ ചോറ് കൊടുത്തോണ്ട് എന്തോ കുഴപ്പം? മിണ്ടിപ്പോവരുത്. കൊച്ചത്തിന് ഞാനല്ലോ ചോറ് കൊടുത്തു. ഞങ്ങളെ കൊച്ചത്തിന് ഇയാളാ ചോറ് കൊടുത്തത്. അങ്ങനെ വീട് വരെ വിറ്റ് തിന്നു. നാളെ എന്റെ അച്ഛനും അമ്മയും വരുമ്പോ ഞാൻ എന്താ പറയാ? അവരറിഞ്ഞാലുള്ള അവസ്ഥ എന്തുവാ? അതാണ് ഇപ്പൊ വിഷയം. അച്ഛനോടും അമ്മയോടും പറയാതിരുന്നാ പോരെ. ഞാനായിട്ട് പറയത്തില്ല, കൊച്ചു തീരെയും പറയത്തില്ല. തീർന്നേ. ഇയാളെ ഒരു കുന്തത്തിന് ഞാൻ വരുന്നില്ല. എടപ്പോ ബാഗ് തരത്തില്ല. എന്റെ ബാഗ് ഞാൻ ഇറങ്ങണോ? ഇറങ്ങണോ വീട്ടിൽ? പിന്നെ ഇറക്കി വിടൂല്ലേ? നിങ്ങളുടെ ഒരു പരിപാടിക്ക് ഞങ്ങൾ വരുത്തില്ല. ഇവിടെ ഇറങ്ങിക്കോ. പക്ഷെ നീയൊക്കെ പറഞ്ഞോടാ മാർച്ച് 7-ാം തീയതി എന്റെ സപ്താഹത്തിനും. എന്തിന്? അവിടെ ചോറുണ്ടാക്കുമ്പോ ഒരു തുള്ളി ചോറോ വെള്ളമോ നിനക്കൊന്നും തരത്തില്ലടാ. ഞാൻ മര്യാദയ്ക്ക് ഇവിടെ തുടങ്ങാനാ പറഞ്ഞാൽ ഞാൻ പോവാ. വഴി പറയടി കൊച്ചാ, നമുക്ക് പോയേക്കാം.
മീറ്റർ കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിയുക. അയ്യോ അയ്യോ അമ്മ മിന്നടി കണക്കായി പോയി. ആ ഗൂഗിൾ മാപ്പ് കൊണ്ട് ഇതിന് ഒരു ഉപകാരം ഉണ്ടായല്ലോ. നല്ലൊരു കൈയടി, നല്ല ഉഗ്ര സ്കിറ്റ് ആയിരുന്നു ഷാജോൻ ചേട്ടാ. മനോജ്, അജേഷ്, സുമി, ദോ. ഉഗ്രൻ സ്കിറ്റായിരുന്നു. അടിപൊളിയായിരുന്നു. കാര്യം ഒരുപാട് ചിരിച്ചു. കാര്യം നല്ല നല്ല തമാശകളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, ആദ്യം തന്നെ സുമിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് സുമിയുടെ കാലകേന് തുടങ്ങി നേരെ മനോജ് വരുന്നു. എലഞ്ഞിത്തറ മേളം അങ്ങനെ അങ്ങോട്ട് തുടങ്ങി നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു. കുറേ ചിരിച്ചു. അതായത് മനോജ് വന്നിട്ട് പൈസ കൊടുക്കും, മറ്റേ ആ ബസ് കണ്ടക്ടറുടെ മാനറിസങ്ങളൊക്കെ ഇട്ട് അങ്ങനെ തുടങ്ങി. അത് തൊട്ട് പുറകെ അജേഷ് വരുന്നു. പിന്നെ അജേഷിൻ്റെ തമാശകൾ എല്ലാം കൊണ്ടും രസമായിരുന്നു കേട്ടോ. കാര്യം ഒരു സാധനം പോലും ഇത് വേണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നിയില്ല. പിന്നെ സുമിയുടെ അതൊന്ന് മറ്റേ അമ്മാവൻ വന്നു കഴിയുമ്പോൾ സുമിയുടെ മാറ്റം. എം.കോം എന്താണ് പറഞ്ഞത്, എവിടെ വരെ പഠിച്ചെന്ന്? എം.കോം പഠിച്ചത് എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞുള്ള ശൈലിയൊക്കെ മാറ്റിയിട്ടുള്ളത് ഒരുപാട് നല്ല സാധനങ്ങൾ കുറേ ഉണ്ടായിരുന്നു. നന്നായിട്ട് ചിരിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. മനോജ് ഇതിനു മുമ്പ് കണ്ടക്ടറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ ഒരു കറക്റ്റ് ആ സാധനമൊക്കെ കിട്ടിയത്? ആ, അത് ഭയങ്കര രസമായിരുന്നു അത് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? പല നോക്കി എന്താ ജോലിയൊന്നും രണ്ടുപേരും കൂടെ ഒന്നിച്ച് തുടങ്ങാന്നുള്ളത്. ഒന്നിച്ച് വേണ്ട, ഞാൻ അവിടെ നിന്ന് വരാം. ഓ, അങ്ങനെയുള്ള ഈ തുണി ജോലികളിൽ കയറിയിട്ടാണ് അതിൽ ഫിക്സ് ആയത്. എന്തായാലും നമ്മൾ ഓരോ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് ഓരോ സ്കിറ്റുകളിലും ചെയ്യുന്നില്ല. അത് ഭയങ്കര മാറ്റങ്ങളാണ് കേട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ചേഞ്ചുകൾ കൊണ്ടുവരുന്ന ഭയങ്കര രസമാണ്. സ്കിറ്റിന് ഭയങ്കര പുതുമ നമുക്ക് ഫീൽ ചെയ്യും. മനോജ് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ കണ്ടക്ടർ ആവണമെന്ന്? കണ്ടക്ടറാണ് ഞാൻ, വണ്ടിപ്പണിക്കാരനായിരുന്നു. ഞാൻ ബസ്സൊക്കെ ഓടിച്ചിട്ടുണ്ട്. കണ്ടക്ടറായിട്ടൊന്നും പോയിട്ടൊന്നും. പക്ഷെ ആ ഒരു ലുക്കുണ്ട്, കറക്റ്റ് കണ്ടക്ടർ ഒരു ലുക്കുണ്ട്. നമുക്ക് കണ്ടാലും അത് ഫീൽ ചെയ്യും, കണ്ടക്ടറായിട്ട് തന്നെ അത് ഫീൽ ചെയ്യും. അജേഷേ, തലയിലെ അത് ബിഗ് ആണോ അതോ? അല്ല, ബിഗ് ആണോ? ഇത്ര നിറച്ചിട്ടില്ലേ? പക്ഷെ റിയൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. സുമി ഒരു രക്ഷയില്ല കേട്ടോ. സുമി ഗംഭീരമായിരുന്നു. കാര്യം ഇതിലുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് ഈ ഒരു സ്കിറ്റ്, ഇതിൻ്റെ സബ്ജക്റ്റ് അത് തന്നെയാണ്. കൊച്ചിന് ചോറിടാൻ കൊണ്ടുപോകുന്നു, അപ്പം ഭർത്താവിന് കണ്ടക്ടർ ജോലിയാണ്, ഇങ്ങനെ ഒരു അഴുകിയ അമ്മാവും വരാനുണ്ട്. മൊത്തത്തിൽ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര രസം, നല്ല രസമാണ്. നല്ല കൗണ്ടറുകളാണ് ഉള്ളതെല്ലാം, ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള കൗണ്ടറുകളാണ് ഉള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഒരുപാട് ചിരിച്ചൊരു സ്കിറ്റാണ് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല രസമായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. ഇനിയും ഇതേപോലുള്ള പുതിയ 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 കണ്ടന്റുകൾ, അതാണ് നമുക്ക് ആവശ്യം. അതാകുമ്പോൾ അതിൻ്റെ അകത്ത് പുതിയ കൗണ്ടറുകൾ വന്ന് ചേർന്നോളും. പിന്നെ അതിന് ശ്രമിക്കുക, നമുക്ക് കിട്ടും. അപ്പോൾ അത് തെളിയിച്ചു നിങ്ങളിതിൽ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകോട്ട ചേട്ടാ. ഗംഭീരമായിരുന്നു കേട്ടോ, അടിപൊളി. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് സിറ്റുവേഷനിലാണ് കോമഡി ഈ സ്കിറ്റിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നത്. കാരണം അതിനകത്ത് വീട്ടിൽ അമ്മാവൻ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ആ തമാശകൾ ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഭയങ്കര രസമുണ്ടായിരുന്നു. അമ്മാവൻ കയറി വന്നപ്പോൾ ഷാജോൻ പറഞ്ഞ പോലെ ഒരു നാടകത്തിലൊക്കെ വന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി വന്നതിന് ശേഷം അങ്ങോട്ട് കയറി കേട്ടോ, കുറേ നന്നായിട്ട് കയറി. അതിക്ക് മുന്നേ തളർച്ച ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞ അമ്മാവൻ വന്നപ്പോൾ കുറച്ചും കൂടി കയറി. ആ പാൻറ് മടക്കി വെക്കുന്ന സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അങ്ങനെ കുറേ തമാശകളുണ്ടായിരുന്നു. കാരണം പൊട്ടിച്ചിരിക്കാൻ പറ്റിയ തമാശകളായിരുന്നു. മാമൻ്റെ വരവും കാര്യങ്ങളും, പിന്നെ ക്ലൈമാക്സ്, ഇതൊരു പുതിയ ക്ലൈമാക്സ് ആയിരുന്നു. നല്ല ക്ലൈമാക്സ്, ഗൂഗിൾ മാപ്പിനെ വെച്ചിട്ടുള്ളൊരു ക്ലൈമാക്സ്. അത് പുള്ളി തെറ്റിച്ചു പോവുകയാണ്. ആദ്യം സ്ട്രൈറ്റ് എന്ന് പറഞ്ഞ പെണ്ണ്, എന്നാലല്ലേ കേൾക്കാൻ പറ്റും. അതെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, ആ പ്ലേറ്റിന്റെ എന്റെ പ്ലേറ്റില് ഡിസൈൻ ഇല്ല. അടിപൊളി, സൂപ്പർ. എല്ലാവരും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തു. നമ്മുടെ രാജേഷേട്ടനും പണവള്ളി ശശാങ്കണ്ണൻ, പിന്നെ നമ്മുടെ രാജപാലോട് എല്ലാവരും നന്നായിട്ട് അവർക്ക് ഒരു നല്ല കൈ. അപ്പോ ഈ സ്കിറ്റിന്റെ മാർക്സ് ഇങ്ങോട്ട് വാങ്ങിച്ചേക്കാം അല്ലേ? ഓക്കെ, ആദ്യം നസീർക്ക് തായം. ഞാനൊരു 10,000 രൂപ കൊടുക്കുകയാണ്. ഓക്കെ, 10,000 രൂപ. ബിജുകോട്ട ചേട്ടാ, 10,000 രൂപ നസീർക്ക് വന്നു. ഞാനൊരു 8,000 രൂപ. 18,000 രൂപ ഷാജു ചേട്ടാ. ചോറൂണ് കുളവായെങ്കിലും അത്യാവശ്യം പേരൊക്കെ പോകേണ്ട, അത്യാവശ്യം ചെലവുണ്ട്. അമ്മാവനാണെങ്കിൽ പോയി വീണ് കിടക്കുക അല്ലേ? അത് വിട്ടേ, അത് പിന്നെ കയ്യിലിരിപ്പില്ല. അമ്മാവനെ നോക്കിട്ട് കാര്യമില്ല, ഇവർ രണ്ടും ചോറൂണ് നടത്താനുള്ളൂ. അപ്പൊ അതൊരു കൂട്ടിട്ടാ ടോട്ടൽ എമൗണ്ട് അതെ
ബിച്ചിക്കുട്ടൻ എന്നോട് ചോദിച്ചു, എടാ ഞാൻ എത്ര കൊടുക്കണം? ഞാൻ പറഞ്ഞു കുറച്ച് കൊടുക്കണം. ഞാൻ കൂട്ടി കൊടുക്കും. ഞാൻ 20 കൊടുക്കും. ഞാൻ പറഞ്ഞു ഇല്ല, കുറച്ച് കൊടുക്കും, നമുക്ക് നോക്കാം. ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതുണ്ട്, ഞങ്ങൾ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു കുമ്പുള്ളൂ. അപ്പൊ ചിലപ്പോ കുറച്ച് കൊടുക്കുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കാറുണ്ട് അവൻ എന്നാ കുറച്ച് കൊടുത്തത്. ഇത് ആദ്യം തന്നെ നമ്മളൊരു മാർക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കും, ചിലപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് തന്നെയും കൊടുക്കും. അപ്പൊ ചിലർ കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് സംക്രാന്തി എന്താണ് കുറച്ച് കൊടുത്തത്, ബാക്കി അവർ രണ്ടുപേരും നന്നായിട്ട് കൊടുത്തത്, സംക്രാന്തിക്ക് എന്നാണ് ഇവരോട് ഇത്ര ദേഷ്യം പിണക്കം, അങ്ങനൊന്നുമില്ല. ഇത് ജഡ്ജസിന്റെ ഒരു ഐറ്റം ആയിട്ട് കണ്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ട. അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് കുറച്ച് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സിൽവർ പഞ്ച് അടിപൊളി. കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത സിൽവർ പഞ്ച്. അപ്പൊ അടുത്ത നമുക്ക് ഗോൾഡൻ അടിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലേക്ക് പുതിയൊരു ടീം വരുന്നു. വീണ്ടും പുതിയ ടീം. നമ്മുടെ കുടുംബം വലുതാകുന്നു. നമ്മുടെ കുടുംബത്തിലേക്ക് 3 പേര് ചേർന്ന ഒരു ടീമായിട്ട് അവർ വരുന്നു. അടിപൊളി. വന്നിട്ട് പരിചയപ്പെടാം. അത് നമുക്ക് സ്കിറ്റ് കാണാം. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം പുതിയ 3 പേർ. ഹലോ 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 എന്റെ പൊന്നുദയ, നീ ഇത് എവിടെ പോയി കിടക്കുവാടാ? പണിയും പിടിച്ച കഴിയുമ്പോൾ സമയത്ത് വരത്തൂല. നീ ഒന്ന് വേഗം വന്ന്, പുള്ളി എന്നെ വിളിച്ചോണ്ടിരിക്കുക, വേഗം കിട്ടുവാ. ഓ എൻ്റെ ദൈവമേ, ഒന്നും പറയണ്ട. ഓ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതേതോ വലിയ കോടീശ്വരൻ്റെ വീടാണെന്ന്. അല്ല, നമ്മൾ മലയാളികൾ കുടിച്ചേച്ച് കളയുന്ന കാലി കുപ്പി പെറുക്കി ഒരു ബംഗാളി വെച്ച വീടാ ഇത്. ഈ ബംഗാളിയുടെ വീട്ടിൽ പണിക്ക് വന്നൊരു മലയാളിയാണ് ഞാൻ. ഞാൻ മാത്രമല്ല, ഒരു മലയാളി കൂടെ വരുന്നുണ്ട്. അണ്ണാ എത്തിയോ? ഇതാണോ പണി സൈറ്റ്? ഇതാ പണി സൈറ്റ്. അണ്ണാ ഇതാറ വീടാണോ? അടിപൊളി വീടാണല്ലോ അണ്ണാ. ഇതൊരു ബംഗാളിയുടെ വീടാ. ആഹാ, ബംഗാളിയൊക്കെ നമ്മളോട് പണിക്കുണ്ടോ? ബംഗാളി പണിക്കില്ല, ഈ ബംഗാളിയുടെ വീട്ടിലാ നമുക്ക് പണി. അയ്യേ, ബംഗാളിയുടെ വീട്ടിലൊക്കെ പണി പിടിച്ചേക്കുന്നു. അണ്ണാ, അണ്ണന്റെ അഭിമാനം ഇല്ലണ്ണാ. പിന്നെ എനിക്കൊരു അഭിമാനം ഇല്ലണ്ണാ. ഈ ഒരൊറ്റ അഭിമാനം കാരണമാണ് ബംഗാളി ഈ വീട്ടിൽ കിടന്നുറങ്ങുന്നത്, ഈ വാടക വീട്ടിൽ അങ്ങനെയാണോ കിടക്കുന്നേ? ഞാൻ പെണ്ണുമ്പള വീട്ടിൽ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ വീട്ടിൽ പണിയാ എനിക്ക് വയ്യ. അത് ശരി, നിനക്ക് ഫേഷ്യൽ ചെയ്യണോ? ഫേഷ്യൽ ചെയ്യണം. വണ്ടിയിൽ എണ്ണ അടിക്കണോ? എണ്ണ അടിക്കണം. മൊബൈൽ ചാർജ് ചെയ്യണോ? ഫോർജ് ചെയ്യണം. എന്നാ പണിയും ചെയ്യണം. ഇന്നൊരൊറ്റ ദിവസം ഞാൻ ഇവിടെ പണിയും. ഇനി ഒറ്റ ദിവസം എന്നെ വിളിച്ചാൽ ഞാൻ വരത്തില്ല, ഉറപ്പായിട്ട് വരത്തില്ല, ഉറപ്പാ. ഇതാ നമ്മുടെ മലയാളിയുടെ കുഴപ്പം. ഒരു ദിവസം പണിക്ക് പോയാൽ 2 ദിവസം പണിക്ക് പോകത്തില്ല. 3-ാമത്തെ ദിവസം ആരോടെങ്കിലും കടം മേടിക്കും. എന്നിട്ട് 4-ാമത്തെ ദിവസം ഈ കടം തീർക്കാൻ വേണ്ടി പണിക്ക് പോകും. ബംഗാളികൾ അങ്ങനല്ല, രാപകല് കഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവരിങ്ങനെ ജീവിക്കുന്നത്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ദൈവമേ, കേട്ടാ? ആരെയോ കണ്ണുപൊട്ടുന്ന തെരു പറയുക. ഈ ബംഗാളി ഭയങ്കര ചൂടനാ. അതുപോലെ നമ്മൾ ബംഗാളി പണിയുന്ന പോലെ പണിഞ്ഞോണം, കേട്ടോ? ഭായി, ഇതാ ആരെയാണ് ഈ രാവിലെ തെറിയൊക്കെ വിളിക്കുന്നത്? എന്റെ പൊന്നു ചേട്ടനാണ്. ആരും തെറി വിളിച്ചതല്ല ചേട്ടാ. അല്ലേ? ഞാൻ രാവിലെ ഒരു ചൂട് ചെമ്പെടുത്ത് വിഴുങ്ങി. അയ്യോ, ആരെങ്കിലും ഈ ചൂട് ചെമ്പൊക്കെ എടുത്ത് വിഴുങ്ങുവോ? ചെമ്പല്ല ചേട്ടാ, പുഴുങ്ങിയ ചെമ്പ് അതെടുത്ത് പിഴുങ്ങി. വാ മൊത്തം പൊള്ളിയപ്പോ അതൊക്കെ പോട്ട് ചേട്ടാ. രാവിലെ പണിക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പോഴാണോ വരുന്നത്? എന്റെ പൊന്നു ഭായ്, ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി വന്നതാ. ഉദയം വന്നപ്പോ ഉച്ചയായി. ഭഗവാനെ, ഇപ്പൊ ഉച്ചക്കാണോ ഉദയം? രാവിലെ അല്ലേ ഉദയം? ഉദയം അല്ല, ഈ ഉദയം വന്നപ്പോ ഉച്ചയായെന്നാ പറഞ്ഞേ. അത് പോട്ട്. ചേട്ടൻ ഇന്നലെ സന്ധ്യ വെച്ച് കണ്ടപ്പോൾ ചേട്ടൻ ഇന്നലെ എന്നോട് എന്ത് പറഞ്ഞ പോയത്? എവിടെ വെച്ച് കണ്ടപ്പോ? സന്ധ്യയിൽ വെച്ച് കണ്ടു. ഇന്നലെ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഇപ്പൊ വരാന്ന് പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നില്ലേ? അതല്ല ചേട്ടാ, പിന്നെ ചേട്ടൻ ഇന്നലെ സന്ധ്യ വെച്ച് പോയല്ലോ, ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എപ്പോഴാ വന്നേന്നാ ഞാൻ ചോദിച്ചു. ഇപ്പൊ വന്നില്ല ഭായ്. ഇയാൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. ചേട്ടാ, പുള്ളി ഇന്നലെ സന്ധ്യ വെച്ച് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയി. എന്നിട്ട് ഈ പുള്ളി എപ്പോഴാ വന്നത്? ഞാൻ ഇപ്പൊ വന്നില്ലേ? ഇപ്പോഴത്തെ ഇപ്പം അല്ല ചേട്ടാ, പിന്നെ ഇന്നലത്തെ ഇപ്പം. ഇന്നലത്തെ ഇപ്പൊ എപ്പോഴാണ് ചേട്ടാ? നിങ്ങൾ പണി ചെയ്തോളൂ. എപ്പം? ഇപ്പം. പണി ചെയ്ത് ഇവിടെ ഈ കൊട്ടയും മമ്മൂട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നത്. വന്ന ചേട്ടാ. അയ്യേ, ഇത് മുഴുവൻ പുഴുവാണല്ലോ. നല്ല ഡോക്ടറെ കാണണം കേട്ടോ. എന്റെ ചേട്ടാ, മമ്മട്ടി കോമഡി കിമ്മട്ടിയൊക്കെ അവിടെ ഉണ്ട്, പോയി പണിയെടുക്കാം. മമ്മട്ടി കുമ്മട്ടി കിമ്മട്ടിയൊക്കെ അവിടെ ഉണ്ട്, വേഗം എടുത്ത് പണി. പുള്ളി ആകെ ചൂടിലാ. എന്റെ ദൈവമേ, എടുത്തോ എന്താ ഭായി? മര്യാദക്ക് പണി ചെയ്തില്ലെങ്കിൽ ഞാൻ നല്ല പൊളിച്ച തേറി പറയും. അത് ബംഗാളിലല്ലേ? അല്ല, പച്ച മലയാളത്തിൽ പറയാൻ എനിക്കറിയാം. അതും പഠിച്ചാ? അതും പഠിച്ചേ. ദൈവമേ, എടാ, ഈ ബംഗാളി മലയാളത്തിൽ തെറി പറയും, ബംഗാളി തെറി പറയും. ദൈവത്തെ ഓർത്ത് പുള്ളിയുടെ വായിരിക്കുന്ന എന്നെ കേൾപ്പിക്കൽ. ഇങ്ങോട്ട്
നീ കിടക്കുന്ന വേസ്റ്റ് കണ്ട ഈ വേസ്റ്റ് മുഴുവൻ വാരി അവിടെ കൊണ്ട് കളയണം. പണി കേളാവേ. ചേട്ടാ എന്താ ബായി? ഇത് വന്ന ചേട്ടാ. എന്നാ ബായി? എന്റെ ഭാര്യക്ക് ഒരു സംശയം ചേട്ടാ. ആണോ? ചേട്ടാ ഇങ്ങോട്ട് എവിടെ പോണേ? ഭാര്യക്ക് സംശയം ഇങ്ങോട്ട് വന്ന ചേട്ടാ. എന്റെ ചേട്ടാ രാത്രി ആവുമ്പോൾ ചേട്ടാ രാത്രി ആവുമ്പോ ഇരുട്ടും. പോയി പണിയടാ. രാത്രി ആവുമ്പോ പുറകിൽ വെട്ടമിട്ടോണ്ട് വരും ചേട്ടാ. ഭാര്യയാ? അല്ല മിന്നി 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 പറന്ന് വരത്തില്ല ചേട്ടാ. മിന്നാമിനുങ്ങണ്ണ ചെറുത്. അത് മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ. ഇതാണ് അവിടെ സംശയം. ക്ലിയർ ചെയ്ത് കൊടുത്താ അവൾ എന്നെ കൂടുതൽ സ്നേഹിക്കും. പണി ചെയ്യൂ ചേട്ടാ. ചെയ്തോളാം. എടാ ഉദയോ, നീ ഞാൻ വിചാരിച്ച പോലല്ല കേട്ടോ. നിനക്ക് ഭയങ്കര ജനറൽ ലോഡ്ജാ കേട്ടോ. എന്തോ ജനറൽ ലോഡ്ജ്? ജനറൽ നോളജ്. അതാണ് നിനക്ക്. ചേട്ടാ ഒരു സംശയം. ഈ പുള്ളിയുടെ സംശയം കാണാൻ പണി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇങ്ങോട്ട് വന്ന ചേട്ടാ. എന്താണ്? നേരത്തെ ഞാൻ പറഞ്ഞ മിന്നാമിനിങ്ങില്ലേ? അത് ചത്തോ? അതല്ല ചേട്ടാ. പിന്നെ അതിന്റെ പുറകിലിരുന്ന് മിന്നുന്ന ഈ ബൾബില്ലേ? ബൾബ് അതെപ്പോഴാ ചേട്ടാ ചാർജ് ചെയ്യുന്നത്? ദൈവമേ, എന്റെ പൊന്നു ബായി, അത് ചാർജ് ചെയ്യത്തില്ല. ഈ മിന്നാമിനിങ്ങില്ലേ, അതിന്റെ പുറകിൽ ചിറകില്ലേ, ഈ ചിറകിന്റെ പുറത്ത് സോളാർ പാനൽ ഫിറ്റ് ചെയ്തു. ഇങ്ങനെ പകല് പറന്ന് നടക്കുന്ന വഴിക്ക് സ്വന്തമായിട്ട് ചാർജ് ചെയ്ത് കത്തിക്കോളും. അങ്ങനെ പണിയെടുക്കല്ലേ? എന്താ ചേട്ടാ ഈ കാണിക്കുന്ന? ഒരു കൊട്ട പിടിക്കാൻ 2 പേർ. മാറും, ഞാൻ കാണിച്ചു തരാം ചേട്ടാ. പണിയെടുക്കണു. എന്താ പണി കാണിക്കുന്നത്? ഇത് കണ്ടോ ഇങ്ങനെ എടുക്കണം. കണ്ടോ ഇങ്ങനെ എടുക്കണം. കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പൊക്കി ഇങ്ങനെ. വളരെ സിമ്പിൾ ആണ് ചേട്ടാ. നിങ്ങൾ എന്താ ചേട്ടാ പോലോ? കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്? നോക്ക എങ്ങനെയുണ്ട്? എന്റെ പൊന്നു ബായി കുറഞ്ഞു കേട്ടോ. വെള്ളം കിട്ടാൻ മാർഗമുണ്ടോ? അത് ഞാൻ കൊണ്ടുതരാം. പാവങ്ങൾ പണിയെടുത്ത് കുഴഞ്ഞു പോയി. ഞാൻ പോട്ട് വരാം. അടുത്ത് വേണ. ഇനി എനിക്ക് വയ്യ. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. നീ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളെ മരിച്ചു കിടന്ന് പണിയണ്ട. പുള്ളി വന്ന് നോക്കുമ്പോ നമ്മൾ പണി ചെയ്തായിട്ട് തോന്നണം. നമ്മളങ്ങ് അഭിനയിച്ചാൽ മതി. അല്ലാതെ ഉമ്മ പണിയേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ പിന്നെ വൈകുന്നേരം പൈസ തരുന്ന പോലെ ഞാൻ അഭിനയിക്കും. എന്റെ പൊന്നു ഭായി, ഞാൻ തമാശ പറഞ്ഞപ്പോ ഞാനും ഒരു തമാശ വെള്ളം കുടി. കുടിച്ചോ. അവിടെ പണിയാ കേട്ടോ. അങ്ങോട്ട് പോയി പണി. ആ മൂലോട്ട് ഇങ്ങോട്ട് പണിത് വരാം കേട്ടോ. അവിടെ പണിയടാ. അവിടെ വൃത്തിയാക്കാൻ എന്റെ ചേട്ടാ അവിടെ വൃത്തിയാക്കണ്ട. അവിടെ പോത്തുണ്ട് ചേട്ടാ. അവിടെ പോത്ത്? പോത്തല്ല, പാമ്പിന്റെ പൊത്തുണ്ട് കൊത്തും ചേട്ടാ. അവിടെ പാമ്പിന്റെ പൊത്തുണ്ട് കൊത്തും. അതുകൊണ്ട് ഇങ്ങോട്ട് മാറി സൈഡിൽ കൂടി ഇങ്ങോട്ട് ഇവിടെ വൃത്തിയാക്കിയാ മതി. അതെയോ? അവിടെ പണിയണ്ട. ഇങ്ങോട്ട് വാ. ഇവിടെ വൃത്തിയാക്കിയാ മതി. അവിടെ വൃത്തിയാക്കാം ചേട്ടാ. നിങ്ങൾ അവിടെ പണിയെടുക്കുന്നുണ്ടോന്ന് ഞാൻ ഇവിടെ നിന്ന് നോക്കും. ആണാ? എന്നാ ഭായി നോക്കുന്നുണ്ടോന്ന് ഞാനും ഇവിടെ നിന്ന് നോക്കും. അല്ല ഭായി, ഈ ഹിന്ദി പഠിക്കാൻ എന്ത് ചെയ്യണം ഭായി? ഹിന്ദി പഠിക്കാൻ സ്കൂളിൽ പോയാൽ മതി ചേട്ടാ. ആണോ? എടാ ഞാൻ സ്കൂളിൽ പോയിട്ടുള്ളല്ലേടാ. അതിനണ്ണ ഉപ്പാവും ഞാനല്ല പോയിട്ടുള്ളൂ. ആ സ്കൂളിൽ തന്നെയല്ലേ നീയും പോയത്? ഞങ്ങൾ പഠിച്ചപ്പോ കഞ്ഞിയും പയറും അല്ലായിരുന്നു. എടാ ഈ ഉപ്പുമാവിനകത്ത് ഹിന്ദി ഇല്ല, കഞ്ഞിയും പയറിൽ ഹിന്ദി ഇല്ല. നമ്മുടെ കുഴപ്പമല്ല, സ്കൂളുകാരുടെ കുഴപ്പമാണ്. കഞ്ഞിയും പയറിൽ ഹിന്ദി വെക്കണം. പണി ചെയ്യുന്നുണ്ട് ആവശ്യമില്ല വിളിക്കുകയും ചെയ്യും. കുറച്ച് ബഹളം വെക്കല്ലേ. ഒരു കോൾ വന്നിട്ടുണ്ട്. ഹലോ. ദൈവമേ, എന്റെടാ പുള്ളിക്ക് ദൈവമൊക്കെ ആയിട്ട് ഭയങ്കര കണക്ഷൻ ആണെന്ന് തോന്നുന്നു. ദൈവത്തിന് ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഒരു 20 മലയാളികളെ കുത്തി നിറച്ച് അവിടെ കൊണ്ടിറക്കോ. എന്താ ചെയ്യാ? ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ? നമുക്ക് ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. ഈ ദൈവങ്ങൾക്ക് ഏറ്റവും ശക്തിയുള്ള ദൈവം ഏതാ? എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ഇതുവരെ ഒരു ദൈവവുമായിട്ട് ഗുസ്തി പിടിച്ച് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിയാനും വയ്യ. എവിടുന്ന് കിട്ടി ചേട്ടാ ഈ മാരപ്പോട്ടനെ? പണി എടുക്കൂ ചേട്ടാ. നീ എടുക്കുവല്ലേ ചേട്ടാ? എന്ത് അണ്ണാ, ഞാൻ മടുത്തണ്ണ ഈ ബംഗാളിന്റെ വീട്ടിലെ പണി. എനിക്ക് വയ്യ. നീ വിഷമിക്കണ്ട, ഈ ബംഗാളിക്ക് പണി കൊടുക്കാം. അതെങ്ങനെയാണ് പണി കൊടുക്കുന്നത്? പണി കൊടുക്കാം. ഒരു 8ന്റെ പണി കൊടുക്കാം. പുള്ളി വരട്ടെ. നമുക്ക് നീ ഇത് വൃത്തിയാക്കി
നല്ലതായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ജന്മസിദ്ധമായിട്ട് കിട്ടിയ കളിവാ. ജന്മസിദ്ധമായിട്ട് കിട്ടിയ കളിവാ. അയ്യോ ഈ കളിവ് കളയരുത്. എന്റെ കളിവ് നോക്കി നിൽക്കാതെ പോയി കിളക്കൂ സേട്ടാ. നമ്മള് കളിക്കുമല്ലേടോ. ഒത്തുപിടിച്ച പുല്ലുമ്പോരും ഒത്തുപിടിച്ച പുല്ലുമ്പോരും ഒത്തുപിടിച്ച പുല്ലുമ്പോരും ആ പുല്ല് പിടികളാവുന്നു. ഒരു പുല്ല രണ്ടുപേരും വെച്ച് പറിക്കുന്നു. നിങ്ങൾ മാറും, ഞാൻ കാണിച്ചു തരാം. ഭായി ആവശ്യമില്ലാതെ ഞങ്ങൾ പണിയുന്നതിന്റെ ഇടയ്ക്കറി ബഹളം ഉണ്ടാക്കരുത്. ഞങ്ങൾ എന്ത് പണിയാണെങ്കിലും ഭായി ഇടയ്ക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണി ചെയ്യണ്ടേ? ചേട്ടാ നിങ്ങൾ വെറും മടിയന്മാരും കള്ളന്മാരും മനസ്സേട്ടാ. അങ്ങനെ പറയരുത്. ഞങ്ങൾ മലയാളികൾ മനസ്സാക്ഷി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ബംഗാളികൾ ഇങ്ങനെ വലിയ വീടൊക്കെ വെക്കുന്നത്. അതുകൊണ്ടല്ല, അതെന്നാ ഞങ്ങൾ വന്ന് കഷ്ടപ്പെട്ട് പണിതിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ പണി കിട്ടുന്നത്. നിങ്ങൾ എന്ത് കഷ്ടപ്പെട്ട് പണിയുന്നതാ ഭായി പറയുന്നത്? കൂലി കുറച്ച് മേടിച്ച് ഈ കൂലി കുറച്ച് മേടിച്ചിട്ട് നിങ്ങൾ പണിയും കുറച്ചേ ചെയ്യത്തുള്ളൂ. ഞങ്ങൾ മലയാളികൾ അങ്ങനെ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ പണി ഞാൻ 1 മണിക്കൂർ കൊണ്ട് തീർത്തു തരാം. ഈ പണി 1 മണിക്കൂർ കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ബായ് വെറുതെ പറയരുത്. വെറുതെ പറയല്ല. ആണോ? അന്നാളൊന്ന് കാണണോ ബായ്? 1 മണിക്കൂർ കൊണ്ട് തീർപ്പാണ്. ഞാനിത് ഒട്ടയല്ല, ഞാൻ വിഗ് വെക്കും. ഞാൻ ഇത് പറിച്ചിട്ട് കണ്ട എന്താ ഇത് നമ്മത്തെ കളി. വൃത്തിയായല്ലോ. ഇനിയും കിടക്കുമല്ലേ? മൊത്തം വൃത്തിയാക്ക്. ഇങ്ങനെയാണ് മൊത്തം വൃത്തിയാക്കി തരാം. അത് മൊത്തം വൃത്തിയാക്ക്. ഈ കിടക്കുന്നുണ്ടോ? മൊത്തം വൃത്തിയാക്കുക. ഇങ്ങനെയാണ് ഞങ്ങൾ പണിയുന്നത്. ഇത്രയും പാവം എങ്ങനുണ്ട് ഭായി? അവിടെ അത്ര വൃത്തിയായില്ലേ ഭായി? എല്ലാം വൃത്തിയായില്ലേ? അവിടുത്തെ വേഷം തീർന്നില്ലേ? മൊത്തം ക്ലിയർ ആയില്ലേ? ഇനി വേറെ വല്ല പണിയുണ്ടോ? ഇനി ഒന്നും പണി ഒരു പണിയില്ല. എന്നാ ഞങ്ങളെ കാശാ പോട്ടെ. ഇവിടെ കിടന്ന് ഞാൻ ഈ കഷ്ടപ്പെട്ട് പണി എടുത്തിട്ട് നിങ്ങൾക്ക് കാശ് വരണം ചേട്ടാ. അതെന്നാ വർത്തമാനോ ഭായി പറയുന്നത്? ഞങ്ങൾ ഈ പണി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ വന്ന് ഇത്ര നേരം ഇതൊക്കെ എടുത്ത് മമ്മട്ടിയൊക്കെ കൈ പിടിച്ചിട്ട് ഞങ്ങൾക്ക് പൈസ ഇല്ലെന്നോ? അതെന്നാ വർത്തമാനോ പറയുന്നത്? നിങ്ങൾ പണി ഡ്രസ് ഇട്ട് ഞാൻ കാശ് തരണോ? അത് പറഞ്ഞിട്ട് പറ്റില്ല. ഒരു പണി ഭായി ആ കൊണ്ടിട്ടതൊക്കെ തിരിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പണി ചെയ്യണ്ടേ? അതെല്ലാം തിരിച്ചു കൂടെ കൊണ്ടു ഞങ്ങൾ പണി ചെയ്തോളാം. ശരി ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ പണി അല്ലെങ്കിൽ പണം. പണം തരാം ചേട്ടാ, അതാ നല്ലത്. അല്ല പരിപാടിയോ നടക്കത്തൊന്നുമില്ല. എന്റെ ചേട്ടാ, പണിയെടുക്കാൻ നിങ്ങൾ മലയാളികൾക്ക് മടിയുണ്ടെങ്കിലും പണി തരാൻ നിങ്ങൾ മലയാളികൾ വേറെ ലെവലാ ചേട്ടാ. നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന പുതിയ ടീമാണ്. ഒരു നല്ല കൈഡി കൊടുക്കാം കേട്ടോ. 3 പേർക്കും ഇത് ഐറ്റം വേറയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പേര്? അനീഷ് താഹ. അനീഷ് താഹ. രാജിമോൻ. രാജിമോൻ. രാജേഷ്. രാജേഷ്. ചേട്ടന്റെ വീട്? എന്റെ വീട് പുന്നപ്ര പറവൂര്. ചേട്ടന്റെ? ഞാൻ അമ്പലപ്പുഴ. അമ്പലപ്പുഴ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ കാട്ടൂർപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാട്ടൂർപേട്ട. അടിപൊളി. നസീർക്ക? അനീഷ് താഹ എന്ത് ചെയ്യുന്നു? എനിക്കൊരു ബിസിനസ് ഉണ്ട് വേറിന്റെ. പത്തനംതിട്ട തന്നെ? അല്ല, റാന്നിയിലാണ്. വീട്ടിൽ ആരൊക്കെയാണ്? അമ്മ ഉണ്ട്, വൈഫുണ്ട്, ഒരു കുഞ്ഞുണ്ട്. വൈഫിന്റെ പേര്? ഹനീന. കുഞ്ഞ് താൻ മെഹഫിൽ. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 3 വയസ്സ്. 3 വയസ്സ്. അടുത്തയാള്? എൻ്റെ പേര് രാജിമോൻ. അമ്പലപ്പുഴയാണ് നാട്. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി ഉണ്ടായിരുന്നു, കെട്ടിച്ചു. അവർക്ക് 2 കുട്ടികളുണ്ട്, പിന്നെ അനിയനുണ്ട്. അപ്പൊ ബംഗാളി അല്ല, മലയാളി. പ്രൊഫഷണലായിട്ട് സ്റ്റേജിൽ വേറെ ഞാൻ കൊച്ചിൻ സംഘകലയിലൊക്കെ ഉണ്ടായിരുന്നു. മിമിക്രി ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കുഴപ്പമില്ല. ഓക്കെ, അത് കാണാനുണ്ട്. അടുത്തയാള്? എൻ്റെ പേര് രാജേഷ്. പുന്നപ്ര പറവൂരാണ് വീട്. വീട്ടില് അമ്മയുണ്ട്, അനിയൻ, ഭാര്യയുടെ പേര് അഞ്ജു. മക്കളുടെ പേരോ? മക്കളുടെ പേര് അരുണ, അക്ഷയ. ആർട്ടിസ്റ്റ് അല്ലേ? മിമിക്രി ആർട്ടിസ്റ്റ്. നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫ്ലോറിൽ ആദ്യത്തെ വരവ് ഗംഭീരമായിരുന്നു. ചെറിയ 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 കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അത് ആ സ്റ്റേജ് ബാലൻസിൻ്റെ ഒരു കുറവുണ്ട്. ഡയലോഗ് പ്രസൻറ്റേഷൻ ഓവർലാപ്പ് അനീഷ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് കേട്ടോ. ഇത് എല്ലാവരുടെയും മനസ്സിൽ കയറുന്നൊരു സബ്ജക്റ്റാണ്. ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. കാര്യം അവരിവിടെ വന്ന് സ്വന്തമായിട്ട് വീടുകൾ വാങ്ങിക്കുന്നു, വാഹനങ്ങൾ വാങ്ങിക്കുന്നു, ഫ്ലാറ്റ് വാങ്ങിക്കുന്നു. ഭയങ്കര സെറ്റപ്പിലാണ് അവർ താമസിക്കുന്നത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന്. നമ്മളിലുള്ള മടിയോ അലസത തന്നെയാണ് അതിൻ്റെ മെയിൻ പ്രശ്നം. നമ്മൾ പലരും ഇവിടെ നിന്ന് നേരെ ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും നല്ല സബ്ജക്റ്റ് ആയിരുന്നു. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. എന്തായാലും 3 പേരും നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഫ്ലോറിൽ ഇനിയും വരാൻ സാധ്യതയുള്ള 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ, ആദ്യത്തെ വരവല്ലേ നിങ്ങളുടെ? ആ വരവ് ശരിക്കും അറിയിച്ചിട്ടാ. നന്നായിരുന്നു. നസീർക്ക് പറഞ്ഞുവിട്ട് കുറച്ച് പ്രൊഫഷണാലിറ്റി ഒന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഗംഭീരമായിരിക്കും. നല്ല ത്രെഡായിരുന്നു കേട്ടോ ഇതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ബംഗാളിനെ ഞാൻ ആദ്യമായിട്ട് കാണണം. സാധാരണ ടൈറ്റ് ബനിയനും അതൊക്കെ. അതെ, അത് മലയാളിയായി പുള്ളി. അങ്ങനെ കുറേ തമാശകളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ആദ്യത്തെ വരവാണെന്ന് തന്നെ തോന്നൂല കേട്ടോ. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി.
താങ്ക് യു ചേട്ടാ. ചേട്ടാ നന്നായിരുന്നു. ഈ പറയുന്നത് പോലെ നിങ്ങൾ ഫസ്റ്റ് വന്നതിൻ്റെ ഒരു വരവ് നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു തോട്ടായിരുന്നു ഇത്. നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടെങ്കിലും ആരും ഇതുവരെ സ്കിറ്റിൽ പരീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു. അത് നിങ്ങൾ വിജയകരമായി പരീക്ഷിച്ചു. അതൊരു പരിധി വരെ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്തു. രാജ്മോൻ ഈ പറയുന്ന പോലെ നന്നായിട്ട് ആ ബംഗാളിയുടെ പോർഷൻ വളരെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. കറക്റ്റ് എൻട്രിയും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ വന്ന ഈ നസീർക്ക പറഞ്ഞ പോലെ ക്ലാഷും കാര്യങ്ങളൊക്കെ അതൊക്കെ വരുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം വരുമ്പം അതെല്ലാം മാറ്റി അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലുള്ള പുതുമുകളുമായിട്ട് ഇനിയും നിങ്ങൾ വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പോകണം. ഇവിടെ ഒരു മാർക്കിന് 1000 രൂപ അറിയാമല്ലോ. ബിജുക്കുട്ടി ചേട്ടാ ആദ്യമായിട്ട് വന്നല്ലേ? 15,000 രൂപ. അടിപൊളി, അത് കലക്കിയിട്ടോ. 15,000 രൂപ. അപ്പൊ ഞാൻ ഇവർക്കൊരു 10,000 രൂപ കൊടുക്കുന്നു. 25,000 രൂപ. നസീർക്ക ടോട്ടൽ എമൗണ്ട് ബാക്കി ഞാൻ അറിഞ്ഞ് കൊടുക്കുകയാണ്. ടോട്ടൽ എമൗണ്ട് അടിപൊളി. ഇവിടെ ചേട്ടൻ പറഞ്ഞ പോലെ വരവ് അറിയിച്ചു. ആദ്യത്തെ സ്കിറ്റിൽ 40,000 രൂപ ചെറിയൊരു എമൗണ്ടേ അല്ല. ഉഷാറാവട്ടെ, അടിപൊളിയാവട്ടെ. ഇനി ഇത് നമ്മുടെ സ്ഥലമാണ്. അപ്പൊ ഇനി അടുത്ത സ്കിറ്റിനാണെങ്കിലും ബംഗാളികളെ പോലെ നന്നായിട്ട് പണിയെടുക്കും. അല്ല സ്റ്റാർ എന്തോ ചെയ്യൂലേ ഇവര്? സ്റ്റാർ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ശ്രീകുമാറിന്റെ ജഗദീഷ് ചേട്ടന്റെ ശബ്ദം ചെയ്യുന്ന ഒന്ന് ചെയ്യുമോ? നമുക്ക് അതൊന്ന് കേൾക്കാം. അതെ, തീർച്ചയായിട്ടും. ഞാൻ വെറും തങ്കപ്പനല്ല, ഞാൻ മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന എൻ്റെ അമ്മ പെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, നോട്ടുമാല, റീത്ത്, നാരങ്ങ ഇവയൊക്കെ നൽകി എൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗോത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുകിയെടുത്ത ഈ ഗാനത്തിന് പണ്ട് എപ്പോഴെങ്കിലും കേട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് വെറും യാദർശികം മാത്രമാണ്. ഘോര വനാന്തർ ഭാഗത്തേക്ക് പോകുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. അടിപൊളി. അനീഷോ? ഞാൻ വിജയരാഘവൻ നേരത്തെ ചെയ്തിട്ടുള്ള കേക്കാം. നടേശ കൊല്ലണ്ട, അവനെയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച്. ആ കാർത്തികേയന് തന്ത ചത്തെന്നറിഞ്ഞാ മതി. അവൻ അടങ്ങാൻ, അവൻ ഒതുങ്ങാൻ. അല്ല, ഇനി വാല് പൊക്കിയ അടുത്ത പണി അവനാ. അടിപൊളി. ഓക്കെ, അപ്പൊ ഉഷാർ, അടിപൊളി, നല്ലൊരു കൈയടി. അപ്പൊ ഒരിക്കൽ കൂടെ വെൽക്കം. അടുത്ത പ്രാവശ്യം പൊളിക്കാം. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഗൈസ്, സമയം കഴിഞ്ഞു. 1 മണിക്കൂറൊക്കെ 10 മിനിറ്റിന്റെ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരുപാട് എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? അപ്പം നന്നായിട്ട് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പെരുമ്പാവൂർ സ്നേഹാലയത്തിലെ അച്ഛനും പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു നല്ല കൈഡ് നമ്മുടെ ഭാഗത്തുനിന്ന്. നമുക്ക് ഉഗ്രൻ സ്കിറ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.